പക്ഷേ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്ദീപ് വാര്യർ ഒരു എന്താ പറയുക, ഒരാളെ ഒരു ശത്രുവേ അല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും സംഘത്തിന്റെ ഒരു യാത്രികനായിട്ടാണ് RSS ഇപ്പോഴും കാണുന്നത്. കാരണം അമ്മ ഭൂമി വിട്ടു കൊടുക്കാൻ പറയുന്നു, മകനത് സാർത്ഥകമാക്കാൻ വേണ്ടി അത് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് എപ്പോഴാണ് വെച്ചാൽ കാര്യത്തിന് വേണ്ടി എടുത്തോട്ടെ. ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയെ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത്, ഓരത്തിനടുത്ത് നിർത്താൻ അദ്ദേഹത്തിന് ഇപ്പോഴും ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ടില്ല എന്നല്ല. നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് വരാം, നിങ്ങളുടെ ആ പൊയ്മുഖം അവിടെ അഴിച്ചു വെച്ച് മനുഷ്യനായിട്ട് കടന്നു, ആ പൊയ്മുഖം, ആ മുഖം അഴിച്ചു വെച്ചിട്ട് വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. PM അങ്ങനെയാണ് പറയുന്നത്. കോൺഗ്രസ് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ വന്നോളൂ, നിങ്ങൾ കാര്യത്തിന് സ്ഥലം കൊടുത്തോ, നിങ്ങൾ ശാഖയിൽ പോയിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ SDPയിൽ ചേർന്ന് ഒരു കുഴപ്പമില്ല, വോട്ട് തന്നാൽ മതി. കോൺഗ്രസ് ഒരിക്കലും RSSന് എതിരായിട്ടുള്ള ഒരു സംഘടനയല്ല, BJPക്ക് എതിരായിട്ടുള്ള സംഘടനയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ല, കോൺഗ്രസ് എപ്പോഴെങ്കിലും RSSനെ എതിർത്തിട്ടുണ്ടോ? BJP എതിർത്തിട്ടുണ്ട്. ബോധനങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. BJPയെ കോൺഗ്രസ് പലതവണ എതിർത്തിട്ടുണ്ട്. അതാണ് നമ്മൾ RSSനെ പേടിക്കണം എന്ന് പറഞ്ഞത്. മറ്റൊരു ഭീകരവാദത്തെയും പേടിക്കുന്നത് പോലെ RSSനെ പേടിക്കേണ്ടത് ഇത് കുടുംബത്തിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നെ ശാഖയിൽ കൊണ്ടുവന്നത് പോയത് എൻ്റെ അച്ഛനല്ല. അപ്പോൾ RSS വളരുന്നത് അടുക്കളയിൽ നിന്നാണ്. അതുപോലെ ഹരിനാമ ഇത് സമിതി, അതുപോലെ ഭാഗവത സമിതി, ഇങ്ങനെയുള്ള പല സമിതികളും ഇപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. ഇതിന്റെ എല്ലാം വേരുകൾ നോക്കിപ്പോയാൽ അവിടുത്തെ കാര്യാലയത്തിൽ ഈ കാര്യാലയം നമ്മളാരും കാണുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മഹാനഗരം, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കാര്യാലയത്തിന് ഞാൻ താമസിച്ചിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ കാര്യാലയം കണ്ടിട്ടുണ്ടോ? ഇവരിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത്. ഈ ഹരിനാമ കീർത്തന സമിതിയാണെങ്കിലും ഭാഗവത സമിതിയാണെങ്കിലും അവർക്കുള്ള മൊഡ്യൂളുകളെല്ലാം കൊടുക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇതിനൊരു വലിയൊരു ഉദ്ദേശമുണ്ട്. കാരണം ആ സമിതിയിൽ വരുന്ന അമ്മമാരാണ്. ആ അമ്മമാർക്ക് മക്കളുണ്ടാവും, എന്നെ പോലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ പറയും, മോനെ നീ ഹരിനാമ കീർത്തനം ഒന്ന് ചൊല്ലി നടന്നാൽ പോരാ, നീ ഒന്ന് ശാഖയിലൊന്ന് പോയി വാ, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഭീകരവാദത്തെ എങ്ങനെ കുടുംബത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാം. ഈ അമ്മ ചിന്തിച്ചു, എൻ്റെ കൊച്ചിനെ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, അപ്പോൾ ഒരു കൃഷ്ണനാക്കിയിട്ട് ബാലഗോകുലത്തിന്റെ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നതിന് എന്താ തെറ്റ്? ആ ഘോഷയാത്ര സമാപിക്കുന്ന സ്ഥലത്ത് നിന്നാണ് RSS ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗണേശോത്സവങ്ങൾ നടക്കുമ്പോൾ കുടുംബസമേതം പോവുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഗണേശ മന്ത്രങ്ങളും അല്ല. അവിടെ ശ്രീകൃഷ്ണതിക്കൊക്കെ ആകുമ്പം അത്യാവശ്യം ഭജനയും കൃഷ്ണനാമം ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭജനകളും നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് പോകും അമ്മമാരൊക്കെ. ഗണേശോത്സവം എന്ന് പറയുമ്പോൾ ഭീകരമാണ്. DJയും കോലാഹലങ്ങളും ആർപ്പുവിളികളും കുന്തവും വാളും ഒക്കെ എടുത്ത് ഇങ്ങനെ ആളുകൾ ആർമാദിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ക്രൗരമായ ഭാവത്തിലാണ് കേരളത്തിൽ അത് ആചരിക്കപ്പെടുന്നത്. അത് RSSന്റെ ഒരു സിസ്റ്റം തന്നെയാണത്. ആ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ ഉണ്ടാവും എല്ലായിടത്തും, അല്ലേ? നമ്മുടെ പല അനുഭാവികളും എന്ത് ചെയ്യും, കുട്ടീനെ കൃഷ്ണൻ കെട്ടിയിട്ട് ബാലഗോകുലത്തിൽ. പക്ഷെ ഇത് ബാലഗോകുലമാണെന്നോ ഇത് RSSന്റെ പ്രസ്ഥാനമാണെന്നോ അങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. കൃഷ്ണന്റെ പ്രസ്ഥാനമല്ല, അത് കംസന്റെ പ്രസ്ഥാനമാണെന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് അവിടെ കൊണ്ടുപോയി അങ്ങ് വിടും. കൃഷ്ണനല്ലേ, കുഴപ്പമൊന്നുമില്ല, കംസനല്ലല്ലോ ആക്കിയത്, കൃഷ്ണനല്ല. പക്ഷെ ഈ കൃഷ്ണൻ കംസനാണെന്ന് പിന്നെ തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ട്. അയോധ്യ എന്നൊരു ആശയം എങ്ങനെ വന്നു എന്നുള്ളത് കോൺഗ്രസ് പഠിക്കേണ്ടതാണ്. അതൊരു പള്ളിയുടെ ഒരു ജീവനാഡിയിൽ നിന്നുണ്ടായ ഒരു ഗോപുരമാണ്. അപ്പൊ ആ പള്ളി എവിടെ പോയെന്നും ആ പള്ളിക്ക് എന്ത് സംഭവിച്ചെന്നും കോൺഗ്രസ്സുകാർക്ക് അറിയാതെ കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയത് കൊണ്ടും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു അമ്പലത്തിന്റെ ശിലാന്യാസത്തിന് പങ്കെടുത്താൽ എന്താ കുഴപ്പം? അതിൽ ഏറ്റവും മുഖ്യ അതിഥി RSSന്റെ സർസംഘചാലകനായിരുന്നു. അത് മനസ്സിലാക്കാതെയാണ് പോയത്. പള്ളി പൊളിക്കുകയോ അല്ലെങ്കിൽ ആ പള്ളിയിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയോ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കുകയോ എന്നൊക്കെ ഉള്ളത് അവസാനത്തെ ഘട്ടമാണത്. ആദ്യത്തെ ഘട്ടം എന്താണ്? ഞാൻ ഹിന്ദുവാണ്, നീ മുസ്ലിമാണ് എന്ന ഒരു ഭാവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റൂ, അതിനവിടെ ചേക്കേറാൻ പറ്റത്തുള്ളൂ. ഒരു സ്വയം സേവകൻ ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് നമ്മളൊരാള് ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രണ്ട് വിളികൾക്കും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ RSS പറയുന്ന ഹിന്ദു എന്ന ആശയത്തിനും യാഥാർത്ഥ്യത്തിലുള്ള ഹിന്ദു എന്ന ആശയത്തിനും രണ്ടർത്ഥമാണ്. RSSന്റെ സംഘടനാ ചട്ടക്കൂട് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു പ്രദേശം, ഈ നിൽക്കുന്ന പ്രദേശത്തിൽ നമ്മളൊരു മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ നമുക്കറിയാം, അല്ലേ? CPMന്റെ ലോക്കൽ സെക്രട്ടറിയെയോ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെയോ ഏരിയ സെക്രട്ടറിയെയോ ഏരിയ കമ്മിറ്റി മെമ്പർമാരെയോ ഒക്കെ നമുക്കറിയാം. അതുപോലെ BJPനോ നമുക്കറിയാം, കോൺഗ്രസിന്റെയോ നമുക്കറിയാം. അവർ കുറച്ച് കൂടുതൽ ഉണ്ടാവുമെങ്കിലും അവരെ നമുക്കറിയാം, ഇവരൊക്കെ അങ്ങനെയാണെന്നറിയാം. പക്ഷേ ഇവിടുത്തെ RSSന്റെ താലൂക്ക് കാര്യവാഹ് ആരാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖാരാണ് അറിയില്ല. മണ്ഡൽ കാര്യവാഹാരാണ്, ഭൗതിക് പ്രമുഖാരാണ് എന്നൊന്നും നമുക്കറിയില്ല. ഞാനെന്ന ഹിന്ദു വേറിട്ടതാണ്, നിങ്ങൾ മുസ്ലിമാണ് എന്ന തോന്നൽ എനിക്കുണ്ടാകുമ്പോഴാണ് എന്നിലൊരു സ്വയം സേവകത്വം രൂപപ്പെടുന്നത്. RSSന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുത്താണ് ശരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ചില ക്രൈസ്തവ പുരോഹിതന്മാരും ക്രൈസ്തവ സംഘടനകളും ഒക്കെ ഈ ഒരു RSSുമായിട്ട് ഒരു ചെറിയൊരു മൃദു സമീപനം ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സുധീഷ് മിന്നിയാണ് ഇന്ന് റൂൾ ടോക്കിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സ്വാഗതം സർ.
ഇത് പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ റിസൾട്ട് വന്നു. ഈ പാലക്കാട് ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നത് സന്ദീപ് വാര്യരുടെ കൂറുമാറ്റമായിരുന്നു. ആ സമയത്ത് തന്നെ കേട്ടിരുന്ന പിന്നെ ആരോപണങ്ങളായിരുന്നു, സുധീഷ് മിന്നി, OK വാസു മാഷൊക്കെ CPM-ലേക്ക് വന്നു, അന്നൊന്നുമില്ലാത്ത പ്രശ്നം എന്താണ് സന്ദീപ് വാര്യർ വരുമ്പോൾ എന്നുള്ളത്. എങ്ങനെയാണ് അങ്ങനെ ഒരു കമ്പാരിസനെ താങ്കൾ കാണുന്നത്? വ്യക്തിപരമായി താങ്കളുടെ പേര് കൂടെ അതിൽ വന്നൊരു സാഹചര്യത്തിൽ ഉണ്ട്. എല്ലാ ഒട്ടുമിക്ക ചാനൽ ചർച്ചകളിലും എൻ്റെ പേരും വാസുമാഷ പേരും ആണ് CPM-ൻ്റെ പല പ്രതിനിധികളും പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയൊരു കഥ പറയും. അതായത് ഈ കുറുക്കന്മാർ കാട്ടിൽ ഭക്ഷണങ്ങളൊക്കെ കുറയുമ്പോൾ അവർ നാട്ടിൽ വരുമല്ലോ. അപ്പം നാട്ടിൽ വന്നിട്ട് ഈ നായ്ക്കളുമായി സംബന്ധം കൂടും. അപ്പം അതിലുണ്ടാകുന്ന കുട്ടീനെ നമ്മൾ സാധാരണ നായിയാണോ കുറുക്കനാണോ നമ്മൾ നായ്ക്കുറുക്കൻ എന്നൊക്കെയല്ലേ പറയാം. അതുപോലെ ഈ കോൺഗ്രസ്സിലേക്ക് വന്നാൽ പിന്നെ ഇത് RSS ആണോ അത് കോൺഗ്രസ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സവിശേഷതയുണ്ട്. ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും അടിയിൽ കാക്കി ഡ്രസ്സ് എടുത്ത ആളുകളാണ്. സംഘ ആശയവുമായി RSSൻ്റെ ആശയവുമായി പിന്തുടർന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ അയോധ്യയിൽ രാഹുൽ ഗാന്ധി പോയത്. അപ്പോൾ അതുപോലെ സന്ദീപ് വാര്യർ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ നിലപാട് RSSൻ്റെ കാര്യാലയം അമ്മ കോൺഗ്രസ്സുകാരിയാണ്. അമ്മയുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതായത് കോൺഗ്രസ്സുകാരിയായ കോൺഗ്രസിൻ്റെ ഒരു യൂണിയനിൽ നേതൃത്വമുള്ള പദവിയുള്ള ഒരമ്മയുടെ ആഗ്രഹമാണ് RSSൻ്റെ കാര്യാലയം പണിയുക. ഇപ്പോൾ ക്ഷേത്രങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുക, അല്ലെ മഠങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുക, അല്ലെ ആശ്രമങ്ങൾക്ക് ഭൂമി വിട്ടുകൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹിന്ദുത്വ ഇതിൻ്റെ ആശയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആചാരത്തെ പുലർന്നു പോകാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയാം നമുക്കത്. പക്ഷേ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഒരു കാര്യാലയത്തിന് ഭൂമി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ സംശയത്തോടു കൂടി തന്നെ കാണണം. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം നമ്മൾ സാധാരണ പറഞ്ഞ പോലെ ഇല്ലത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എത്തേണ്ടടുക്ക അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. നമ്മളൊക്കെ വന്നപ്പോൾ ഇപ്പം ഞാനൊക്കെ കോടിയേരി സഖാവുമായി സംസാരിച്ചു. എന്നെ സഖാവ് P ജയരാജനാണ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ സംസാരിച്ച് ഞാനാണെങ്കിലും വാസുമാഷാണെങ്കിലും നമ്മൾ വന്ന സമയത്ത് നമ്മൾ കൃത്യമായ എന്താണ് RSS, ആ ആശയത്തിൻ്റെ കാപട്യത്തെയും അതിൻ്റെ ക്രൂരതയെയും ഒക്കെ കൃത്യമായി വിളിച്ചു പറഞ്ഞു. ലേഖനങ്ങൾ എഴുതിയും പുസ്തകം എഴുതിയും ഒക്കെയാണ് ഞങ്ങൾ CPIM-ൻ്റെ ഒരു ഹൃദയമായി അതിനെ പിന്തുടരുന്നവരായി ആശയത്തിൻ്റെ പിന്തുടരുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയത് അങ്ങനെയാണ്. പക്ഷെ തികച്ചും വ്യത്യാസമാണ് സന്ദീപ് വാര്യർ പറയുന്നത് എനിക്കങ്ങനെ ആ പഴയ പ്രസ്ഥാനത്തെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ താല്പര്യമില്ല. അതായത് അദ്ദേഹം കാക്കി ഡ്രസ്സർ ഇടുന്ന ഇപ്പം പാൻ്റാണല്ലോ, പാൻ്റ് ഇടുന്ന ഒരു സ്വയം സേവകനാണ്, ഉത്തമനായ ഒരു സ്വയം സേവകനാണെന്നാണ് RSS തന്നെ പറയുന്നത്. അദ്ദേഹം അവസാനം ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂർ അദ്ദേഹത്തെ വിളിച്ചു. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറി കോൺഗ്രസിലേക്ക് വന്നെങ്കിൽ അതിൻ്റെ എന്താണ്, അതിൽ നിന്നുള്ള പ്രശ്നം എന്താണ്, അതിലെ കാപട്യങ്ങൾ എന്താണ് എന്ന് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹം കാണിക്കണം. പക്ഷെ അദ്ദേഹം പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ താല്പര്യമില്ല എന്നാണ്. കാരണം അപ്പോൾ അതായത് അവിടെയും ഇവിടെയൊക്കെ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, എനിക്ക് അങ്ങനെ വ്യക്തമായ ഒരു സ്ഥലമില്ല. കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, RSS ആണെന്ന് പറഞ്ഞാൽ RSS. ഇത് രണ്ടിലും പുള്ളി ഇപ്പോൾ ഉണ്ട്. പുള്ളിക്ക് കൃത്യമായൊരു നിലപാടോടുകൂടിയല്ല പുള്ളി ഇപ്പം യാത്ര ചെയ്യുന്നത്. അതാണ് ആ ഒരു സംവിധാനത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ജനങ്ങൾ ആ ഒരു വേർതിരിവോടുകൂടി കാണുന്നത്. ഞങ്ങളെയാണെങ്കിലും OK വാസുമാഷയാണെങ്കിലും ഒക്കെ എന്നെയാണെങ്കിലും കാണുന്നത് ഈ ഒരു വേർതിരിവാണ്. ഞങ്ങളൊക്കെ അതിനോട് പ്രതിരോധിച്ചും അതിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ പതറാതെയും നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോഴും അതിനെതിരായി ശക്തമായ ഇപ്പോൾ സമ്മേളനങ്ങളിലാണെങ്കിലും പല ലോക്കൽ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലാണെങ്കിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, വാസുമാഷ് പങ്കെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോഴും അതിനെതിരെ അതിൻ്റെ ആശയത്തിനെതിരെ അതിൻ്റെ ക്രൂരതകൾക്കെതിരെ അതിൻ്റെ വൈകല്യങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് ഭീതി വിതക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നത് ശക്തമായി നമ്മൾ ഉറച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു സന്ദീപ് വാര്യർ പിന്നെ RSS വിടാനുള്ള കാരണമായിട്ട്
പിന്നെ പ്രകടമായി കണ്ടിരുന്നതും നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള അയാൾക്കൊരു വേദിയിൽ കസേര കിട്ടാത്തതിൻ്റെ പേരിലാണ്. ശരിക്കും അങ്ങനെ ഒരു കാരണം കൊണ്ട് ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു ആശയമാണോ അത്? ഒരു സുപ്രഭാതത്തിൽ ഒരു കസേര കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉള്ളുന്ന് പോകുക അത്തരം ഒരു സാധനം? അല്ല, അത് അദ്ദേഹം പറയുന്ന കാരണങ്ങളെല്ലാം അതിനൊരു കപടതയുണ്ട്. മൊത്തത്തിൽ പുള്ളി ഒരു കപടതയാണ്. അതൊന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ദേശാഭിമാനിൽ അല്ല പാർട്ടി തന്നെ ഒരു പരസ്യം അദ്ദേഹത്തിനെതിരായിട്ട് കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ കാപട്യം ഉള്ളിലുള്ള ഒരാളാണ്. അദ്ദേഹം പറയുന്നതിനോടൊന്നും വ്യക്തമായ യോജിപ്പൊന്നുമില്ല. കസേര കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ ഒരു ആശയം വിടുക എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം. അതൊന്നുമല്ല അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ കൃത്യമായി ഉണ്ട്. ആ താല്പര്യങ്ങൾ എന്താണെന്നുള്ളത് അദ്ദേഹമാണ് പറയേണ്ടത്. നമ്മളതിനെ ഒരു ഉപമിച്ചിട്ട് എന്താണെന്ന് പറയാൻ പറ്റൂല. അത് അദ്ദേഹമാണ് പറയേണ്ടത്. എനിക്കെന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പോയത്? ആ പ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൊന്നും RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെയോ അതിൻ്റെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ RSS അമ്മയാണ്, ഇതിൻ്റെ മക്കളാണ് BJP ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും ബാലഗോകുലമാണെങ്കിലും സ്വദേശി സയൻസ് മൂവ്മെൻ്റ് ആണെങ്കിലും ഇതൊക്കെ അതിൻ്റെ മക്കളാണ്. കാരണം അതിൻ്റെ പ്രചാരകന്മാരാണ് ഇപ്പോഴും അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രസിഡന്റ് മാത്രമാണ് പിന്നെ സ്വാഭാവികമായിട്ട് വേറെ ആരെങ്കിലും ഒരു പുതിയ മുഖങ്ങൾ ആരെങ്കിലും സുരേന്ദ്രൻ പോലുള്ള ആളുകൾ വരിക. പക്ഷെ അതിൻ്റെ സംഘടനാ സെക്രട്ടറിമാരെന്ന് പറയുന്നത് എപ്പോഴും RSSന്റെ പ്രചാരകന്മാരായിരിക്കും. അതങ്ങനെയാണ്. അത് BJP ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തിലാണെങ്കിലും അതിൻ്റെ പ്രസിഡന്റുമാർ പൊതുവായിട്ടുള്ള മുഖങ്ങളായിരിക്കുമെങ്കിലും അതിൻ്റെ സംഘടനാ സെക്രട്ടറിമാർ എപ്പോഴും RSSന്റെ പ്രചാരകന്മാരായിരിക്കും. അതിൻ്റെ ഈ ബാലഗോകുലാണെങ്കിലും സ്വദേശി സയൻസ് മൂവ്മെന്റ് ആണെങ്കിലും അതിനെ ശരിക്കും ചുക്കാൻ പിടിക്കുന്നവർ ആ സംഘടനാ സെക്രട്ടറിക്കാണ് അവൻ്റെ പവർ മുഴുവനും. അപ്പം അങ്ങനെ ഇരിക്കെ BJPയിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ RSSന്റെ സ്വയം സേവകനായ ഒരാൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി. ആ കസേര കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് പോയതെന്ന് പറയുമ്പോൾ അതിന് ആ ഒരു വാക്കിന് തന്നെ അർത്ഥമില്ലാത്തൊരു വാക്കാണ്. നിരർത്ഥകമായ വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് RSSനെ കുറിച്ച് എവിടെയും അദ്ദേഹം ഒന്നും ഒന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ ഒരു വേർതിരിവ് ഈ ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായത്. അതുകൊണ്ടാണ് ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങനെ ഞങ്ങളുടെ പേര് കൃത്യമായി പറഞ്ഞുകൊണ്ട് പോകുന്നതും അതുകൊണ്ടാണ്. വേറൊരു കാര്യം, പിന്നെ വാസുമാഷാണെങ്കിലും സുധീഷ് മിന്നി ആണെങ്കിലും ഒരുപാട് CPMന്റെ പൊതുസമ്മേളനങ്ങളിൽ പൊതുവേദികളിലൊക്കെ പങ്കെടുത്ത് ഈ RSSന്റെ ആശയങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ RSSനെ ആ രീതിയിൽ എതിർക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ട്? കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കാൻ കഴിയുമെന്ന്? അല്ല, കോൺഗ്രസ് എപ്പോഴെങ്കിലും RSSനെ എതിർത്തിട്ടുണ്ടോ? BJP എതിർത്തിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. BJPയെ കോൺഗ്രസ് പലതവണ എതിർത്തിട്ടുണ്ട്. RSSനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചിട്ടും RSSനെതിരായിട്ട് അല്ല RSS ചെയ്യുന്ന ഈ നാട്ടിൽ ഈ രാജ്യത്ത് ചെയ്യുന്ന ചെയ്തികൾക്കെതിരായിട്ടൊന്നും കോൺഗ്രസ് ഇതുവരെ വിമർശിച്ചിട്ടില്ല. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ RSSനെ അനുമോദിക്കുകയും ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ പിന്നെ പട്ടാളക്കാരുടെ കൂടെ RSSന് റൂട്ട് മാർച്ച് നൽകാൻ അനുമതി കൊടുക്കുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് നെഹ്റു എന്ന് പറയുന്നത്. അപ്പോൾ RSS എന്ന് പറയുന്ന BJPയെ എതിർക്കുന്നുണ്ട് ശരിയാണ്. പക്ഷെ RSS എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും വലിയൊരു ആത്മാവാണല്ലോ RSS, അതിൻ്റെ വേരാണല്ലോ. അതിനെ ഇതുവരെ കോൺഗ്രസ് കൃത്യമായി എതിർത്തിട്ടൊന്നും എവിടെയും കണ്ടിട്ടില്ല. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. RSSന് ഒരിക്കലും അവർക്ക് എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതുകൊണ്ടാണ് RSSന്റെ ഇതുവരെയുള്ള അഖില ഭാരതീയ ബൈഠക്കുകൾ, RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ ബൈഠക്കുകളാണ്, അതിൻ്റെ അഖില ഭാരതീയ ബൈഠക്കുകളാണ്. ആ അഖില ഭാരതീയ ബൈഠക്കുകളിൽ RSS എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ശത്രുക്കളുള്ളത് 3 പേരാണ്. അതിലൊന്ന് മുസ്ലിങ്ങളാണ്, 2 ക്രിസ്ത്യാനികളാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് അതൊരു പ്രത്യയശാസ്ത്രമാണല്ലോ, പ്രസ്ഥാനമാണല്ലോ. കമ്മ്യൂണിസ്റ്റുകളാണ് RSSനെതിരെ എക്കാലത്തും അവരുടെ ഏത് നിലപാടുകൾക്കെതിരെയും പ്രതിരോധിച്ചുകൊണ്ടും രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ടും അവരെ നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന ആളുകളാണ്. കോൺഗ്രസ് ഒരിക്കലും RSSനെ പ്രതിരോധിച്ചുകൊണ്ട് എവിടെയും അവർ മുന്നോട്ട് പോയിട്ടില്ല. അവർ RSSന്റെ ശാഖക്ക് കാവൽ നിന്നെന്ന് പറയുന്നു. അതുപോലെ ശ്രീകൃഷ്ണ ജയന്തിയിൽ അവർ കൂടെ പോയെന്ന് പറയുന്നു. അങ്ങനെ അവരുടെ ആശയങ്ങളെ അനുഗമിക്കുകയല്ലാതെ ഒരിക്കലും അവർക്കെതിരായിട്ടുള്ള നിലപാടുകളിൽ ഒരുപാട് വെള്ളം ചേർക്കുക മാത്രമേ കോൺഗ്രസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കോൺഗ്രസ് ഒരിക്കലും RSSനെതിരായിട്ടുള്ളൊരു സംഘടനയല്ല, BJPക്ക് എതിരായിട്ടുള്ള സംഘടനയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പം ഈ സന്ദീപ് വാര്യരുടെ അമ്മ ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, വേറൊരു തെറ്റിനായിരിക്കുന്നത് നമ്മളുടെയൊക്കെ നാട്ടുകളിലെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്
ഇവരുടെ പ്രവർത്തനങ്ങളിൽ. പഴയ കാലത്ത് അത് RSS എന്നുള്ള തരത്തിൽ നേരിട്ടായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ പല യോഗ സെൻ്ററുകൾ, യോഗ ക്ലാസ്സുകൾ, ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സെൻ്ററുകൾ അങ്ങനെയൊക്കെ ആയിട്ട് അത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ പുതിയ ഏജൻസികൾ വഴി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു? അല്ല, ക്ഷേത്രങ്ങൾ ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളുടെ ഒരു സംഘടനയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ RSSന് ഒരുപാട് ശിബിരങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ ഉണ്ട്. ഈ ട്രെയിനിങ്ങുകളിലൊന്നും ഇപ്പം ITC ആണെങ്കിൽ ആദ്യത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സ്വയം സേവകൻ വന്നാൽ അവന് കൊടുക്കുന്ന ആദ്യത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് ITC ആണ്. ITC എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ഒരു ട്രെയിനിങ് ആണ്. ഇപ്പം ചെറിയ ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു 6 വർഷമായില്ലേ ഇവിടെ. എന്നാൽ 7 ദിവസം കൂട്ടിക്കോ ITC എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അത് ഇവരുടെ ഇപ്പം കേരളത്തിലൊരു 4-5 സ്ഥലത്ത് അല്ലെ ഇപ്പോൾ ഒരു 10-17 സ്ഥലത്ത് ആ ശിബിരങ്ങൾ നടത്തുന്നുണ്ട്, ITC നടത്തുന്നുണ്ട്. അപ്പോൾ 10-17 സ്ഥലങ്ങളിൽ കേരളത്തിൽ ഈ ITCകൾ നടക്കും പ്രാഥമികമായിട്ട്. അത് ശാഖയെടുക്കാൻ പഠിക്കുക, ഒരു സ്വയം സേവകൻ എങ്ങനെയായിരിക്കണം എന്ന് പഠിക്കുക. ഇതൊക്കെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് OTC ആണ്, ഫസ്റ്റ് ഇയർ OTC. അത് 28 ദിവസമാണ്. അതിപ്പോൾ അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് പോട്ടെ. എന്തായാലും ഫസ്റ്റ് ഇയർ OTC എന്ന് പറയും, ഒഫീഷ്യൽ ട്രെയിനിങ് കോഴ്സ്. അപ്പോൾ അതായത് സംഘത്തിൻ്റെ RSSൻ്റെ ചുമതലകളിലേക്ക് എത്തുക എന്നുള്ളതാണ്. നേരത്തെ മുഖ്യ ശിക്ഷകൻ എന്ന ചുമതലയല്ലാതെ തന്നെ അതിൻ്റെ കാര്യവാഹക്, അതിൻ്റെ ശാരീരിക ശിക്ഷൺ പ്രമുഖ് എന്നൊക്കെ പറയുന്ന പോസ്റ്റുകളിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഒരു ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിനിങ് ആണ് ഫസ്റ്റ് ഇയർ OTC. അത് കേരളത്തിലാകുമ്പോൾ 2 സ്ഥലങ്ങളിൽ നടക്കും. സെക്കൻഡ് ഇയർ OTC വരും. സെക്കൻഡ് ഇയർ OTC പറയുമ്പോൾ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. സെക്കൻഡ് ഇയർ OTCക്ക് നമ്മൾ ഓരോ ഡിഗ്രിക്കെല്ലാം വിഷയങ്ങൾ എടുക്കൂലേ, മാത്സ്, ഫിസിക്സ് അങ്ങനെയൊക്കെ എടുക്കും. അതുപോലെ ഇതിൽ വിഷയങ്ങളെ ക്രമീകരിച്ച് നിയുദ്ധ, ദണ്ഡയുദ്ധ, യോഗ, അതായത് പിന്നെ ദണ്ഡ എന്ന് പറയുന്ന വലിയൊരു പടിയുണ്ടല്ലോ, അതുകൊണ്ട് യുദ്ധം ചെയ്യുക. അപ്പോൾ വാളുകൊണ്ടൊക്കെ യുദ്ധം ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ്. നിയുദ്ധ എന്ന് പറയുമ്പോൾ കൈകൊണ്ടും കാലുകൊണ്ടും എതിരാളികളെ ആക്രമിക്കുക, യോഗ. അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യാം സെക്കൻഡ് ഇയർ OTCക്ക്. തേർഡ് ഇയർ OTC ഇതിൽ നിന്നെല്ലാം സോർട്ട് ചെയ്ത് ഏറ്റവും പിന്നെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു സ്വയം സേവകനെ കണ്ടെത്തിയിട്ട് അവരെ മാത്രം. തേർഡ് ഇയർ OTC നാഗ്പൂരാണ് നടക്കുക. അത് നാഗ്പൂർ മാത്രമേ നടക്കത്തുള്ളൂ. ഡോക്ടർ ഹെഡ്ഗേവാർ ജനിച്ച സ്ഥലത്താണ് നാഗ്പൂർ, അവിടെയാണ് നടക്കുന്നത്. ആ ശാഖ തുടങ്ങിയ സ്ഥലത്താണ് ഈ ഒരു തേർഡ് ഇയർ OTC നടക്കുന്നത്. അപ്പോൾ ഈ തേർഡ് ഇയർ OTCയും കൂടി കഴിയുമ്പോൾ കുറേ ആളുകൾ RSSൻ്റെ പ്രചാരകനായി പോവും. കുറേ ആളുകൾ തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് ജില്ലാ ചുമതലകൾ, RSSൻ്റെ ആ ഒരു ക്രമീകരണം എപ്പോഴും നമ്മൾ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. നമ്മൾ സാധാരണ ജില്ല എന്ന് അവർ ഇപ്പം കണ്ണൂർ എന്ന് പറയുമ്പോൾ അവർ വിഭാഗമാണ്. 2 ജില്ലയുണ്ട് കണ്ണൂർ RSSന്, ഒന്ന് തലശ്ശേരി, ഒന്ന് പയ്യന്നൂർ. അത് രണ്ടും ചേർക്കുമ്പോഴാണ് ഒരു വിഭാഗമാകുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും പ്രചാരകനുണ്ടാവും. തലശ്ശേരി ജില്ലക്കും പ്രചാരകനുണ്ടാവും, പയ്യന്നൂർ ജില്ലക്കും പ്രചാരകനുണ്ടാവും. ഇതിനെ രണ്ടും കൂടി ക്രോഡീകരിച്ചിട്ട് കണ്ണൂർ വിഭാഗം പ്രചാരകനുണ്ടാവും. കോഴിക്കോടും അതുപോലെ തന്നെയാണ്. മഹാനഗരം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്, കോഴിക്കോടുണ്ട്. എനിക്ക് തോന്നുന്നൊരു വേറെ ഒരു 3 ജില്ലയായിട്ടും ഇത് കോഴിക്കോട് ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് സംഘശാഖ എത്ര വർദ്ധിക്കുന്നു അതനുസരിച്ച് ജില്ലകൾ കൂടും. അതിനെ 3ഉം കൂടിയിട്ട് കോഴിക്കോട് നമ്മളുടെ ജില്ല എന്ന് പറയുന്ന അങ്ങനെ ഒരു കൺസെപ്റ്റ് അല്ല. നമ്മുടെ മണ്ഡലം, നമ്മുടെ താലൂക്ക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് അല്ല. ശാഖയുടെ ആ ഒരു ദൈർഘ്യത്തിന് കൂടുന്നതിനനുസരിച്ച് RSSന് ജില്ലകൾ മാറും. ഇപ്പൊ തന്നെ കേരളം 2 പ്രാന്തീയമാണ്. ഇപ്പം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ ഒരു സംസ്ഥാനത്തെ RSS പ്രാന്തീയം എന്നാണ് പറയുന്നത്. കേരളം തന്നെ ഇപ്പോൾ 2 പ്രാന്തമായിട്ടാണ്, 2 പ്രാന്തം, ദക്ഷിണ പ്രാന്തം, അങ്ങനെ 2 പ്രാന്തമായിട്ട് RSS മാറ്റിയിട്ടുണ്ട്. 2 സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അവരുടെ ഒരു ശാഖാ സംവിധാനത്തെ ദൈർഘ്യം അനുസരിച്ച് അവരിങ്ങനെ അതിനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറേ ആൾക്ക് പ്രചാരകന്മാരാകും, കുറേ ആളുകൾക്ക് ജില്ലാ വിഭാഗിൻ്റെ ചുമതലകളും ഒക്കെ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇത് ഈ RSSൻ്റെ സംഘടനാ ചട്ടക്കൂട് നമുക്ക് ആർക്കും അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു പ്രദേശം, ഈ നിൽക്കുന്ന പ്രദേശത്തിൽ നമ്മളൊരു മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനെ നമുക്കറിയാം അല്ലേ? CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയെയോ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെയോ ഏരിയ സെക്രട്ടറിയെയോ ഏരിയ കമ്മിറ്റി മെമ്പർമാരെയോ ഒക്കെ നമുക്കറിയാം. അതുപോലെ BJPൻ്റെയോ നമുക്കറിയാം, കോൺഗ്രസിൻ്റെയോ നമുക്കറിയാം. അവർ കുറച്ച് കൂടുതലുണ്ടാവുമെങ്കിലും അവരെ നമുക്കറിയാം, ഇവരൊക്കെ അങ്ങനെയാണെന്നറിയാം. പക്ഷേ ഇവിടുത്തെ RSSൻ്റെ താലൂക്ക് കാര്യവാഹ് ആരാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖാരാണ് അറിയില്ല. മണ്ഡൽ കാര്യവാഹ് ആരാണ്, ഭൗതിക് പ്രമുഖാരാണ് എന്നൊന്നും നമുക്കറിയില്ല. കാരണം അതൊരു
ഒരു എന്താ പറയുക, ഒരു മറഞ്ഞു നിൽക്കുന്ന പദവികൾ ഉള്ള, അല്ല മറഞ്ഞു നിൽക്കുന്ന കുറേ ആളുകൾ കൂടി സംഘടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ്. അപ്പം അതിനൊരുപാട് സ്വകാര്യതകളുണ്ട്. ഈ സ്വകാര്യതകളാണ് ആ പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഈ സ്വകാര്യതകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ചട്ടക്കൂട് കൂടി നമ്മൾ ഈ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഒന്ന് ഇപ്പം താങ്കൾക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് പോകുന്നതിൻ്റെ പേരിൽ ഒരുപാട് ഭീഷണികൾ നേരിട്ടിട്ടുണ്ടാവും, ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടാവും പലതരത്തിലുള്ള. പക്ഷെ സന്ദീപ് വാര്യർക്ക് അങ്ങനെ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരും എന്ന് തോന്നുന്നുണ്ടോ? അതായത് താങ്കൾ വന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കാണ്, സന്ദീപ് വാര്യർ പോയത് കോൺഗ്രസിലേക്കാണ്. ആ രണ്ട് വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് ആ രീതിയിലുള്ള താങ്കൾക്ക് നേരിട്ടതുപോലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അത് രണ്ട് കാരണങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അതാണ്. അതായത് RSSനെ നയിക്കുന്നത് ഒരുപാട് സ്വകാര്യതകളാണ്, രഹസ്യങ്ങളാണ്. അതിനൊരു മിനിറ്റ്സ് ഇല്ല, അതിനൊരു മെമ്പർഷിപ്പ് ഇല്ല, അങ്ങനെയൊന്നുമില്ലാതൊരു പ്രസ്ഥാനമാണ് RSS. അപ്പോൾ അതിന് ഒരുപാട് സ്വകാര്യതകളും അതിനൊരുപാട് രഹസ്യങ്ങളുമാണ്. ഈ സ്വകാര്യതകളെയും ഈ രഹസ്യങ്ങളെയാണ് ഞാനാണെങ്കിലും OK വാസുമാഷാണെങ്കിലും എപ്പോഴും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് ആ സംഘടനയുടെ അടിത്തറ തന്നെ ഇളകുന്ന സംവിധാനമാണ്. കാരണം ആ സ്വകാര്യതകൾ പറയാന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ രഹസ്യങ്ങൾ പറയാന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല, അസഹനീയമാണ്. പക്ഷേ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്ദീപ് വാര്യർ ഒരു എന്താ പറയുക, ഒരാളെ ഒരു ശത്രുവേ അല്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇപ്പോഴും സംഘത്തിൻ്റെ ഒരു യാത്രികനായിട്ടാണ് RSS ഇപ്പോഴും കാണുന്നത്. കാരണം അമ്മ ഭൂമി വിട്ടുകൊടുക്കാൻ പറയുന്നു, മകനത് സ്വാർത്ഥകമാക്കാൻ വേണ്ടി അത് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ കാര്യാലയത്തിന് വേണ്ടി എടുത്തോട്ടെ. അപ്പോൾ കാര്യാലയം എന്ന് പറയുന്നത് ആശയം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ എല്ലാം പാർട്ടിയുടെയും ജില്ലാ കമ്മിറ്റി ഓഫീസുകൾ ഒക്കെ നമുക്കറിയാം. നമ്മളവിടെ കടന്നു ചെല്ലാറുണ്ട് പല ആവശ്യത്തിന് വേണ്ടി. നമ്മൾ പല ഓഫീസിലും, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPM-ൻ്റെ ആണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിലും നമ്മൾ പല ആവശ്യത്തിന് വേണ്ടി നമ്മൾ പോയി അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫീസുകളിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും, പാർട്ടീൻ്റെ BJP-ൻ്റെ ആണെങ്കിൽ നിങ്ങൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിങ്ങൾ ചിലപ്പോൾ പോകേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മളെപ്പോഴെങ്കിലും RSSൻ്റെ കാര്യാലയങ്ങളിൽ, അപ്പം ഞാനൊക്കെ പോയിട്ടുണ്ട്, അത് സ്വയം സേവകനായതുകൊണ്ട് പോയതാണ്. RSSൻ്റെ കാര്യാലയങ്ങളിൽ ഞങ്ങളങ്ങനെ പൊതുവായ ആളുകൾ ആരെങ്കിലും കടന്നു ചെല്ലുന്ന ഒരു മേഖലയാണോ ഈ RSSൻ്റെ കാര്യാലയം? അല്ല. അവിടെ നമ്മൾ ആരെങ്കിലും എന്താ അവിടെ നടക്കുന്നതെന്ന് കാണാറുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ രഹസ്യമാണ്. അങ്ങനെ ഒരു രഹസ്യാത്മകതയെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യാലയത്തിന് വേണ്ടി ഒരു ഭൂമി വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളുകൾക്ക്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സ്വയം സേവകന് വീട് പണിത് കൊടുക്കുക, അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരു മനുഷ്യനാണ്, അല്ലേ? കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. സ്വയം സേവകനായാലും അയാൾ മനുഷ്യനാണ്, അയാളൊരു പാവപ്പെട്ട ആളാണ്. അമ്മ പറഞ്ഞു, അതിൻ്റെ പേരിലൊരു കാര്യാലയം ഒരു വീട് പണിത് കൊടുത്തു. അല്ലെ അനാഥത്വം വഹിക്കുന്ന ഒരു കുടുംബം, അവർക്ക് അവരും ഈ പറയുന്ന ബാലഗോകുലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്, അവർക്കൊരു വീട് പണിത് കൊടുക്കുക, അതൊന്നും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമുള്ള കാര്യം. നമ്മൾ ആരും അതിനെ പ്രതിരോധിക്കില്ല. പക്ഷേ ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത്, ഓരത്തിനടുത്ത് നിർത്താൻ അദ്ദേഹത്തിന് ഇപ്പോഴും ബുദ്ധിമുട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം അവിടെ നിന്ന് വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ സ്വയം സേവകരായ ആളുകൾ മനസ്സിലാക്കുന്നത് അയാൾ ഇപ്പോഴും സ്വയം സേവകൻ തന്നെയാണെന്ന്. കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. കോൺഗ്രസ് ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമായ കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് അതിലെനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം. അതാണ് എനിക്ക് അതിൻ്റെ ഉത്തരവ്. അതാണ് വേറെ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ ഈ RSS മുഖ്യ ശത്രുക്കളായിട്ട് കാണുന്ന 3 വിഭാഗം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴും ഈ ഉത്തരേന്ത്യയിലടക്കം മണിപ്പൂർ അടക്കം ഉദാഹരണം, ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടുന്നുണ്ട് ഈ സംഘപരിവാർ വിഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ പോലും കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ചെറുതായെങ്കിലും ഇവരുടെ ആശയങ്ങളെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ആ രീതിയിൽ കേരളത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിൽ കുറച്ചെങ്കിലും വേരൂന്നാൻ ഈ സംഘപരിവാർ സംഘടനകൾക്ക് പറ്റിയിട്ടുണ്ട്. പലതരം സംഘടനകളിലൂടെ, കാസ ഉൾപ്പെടെയുള്ള സംഘടനകളിലൂടെ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് 1925 RSS സ്ഥാപിച്ചത്. സ്ഥാപിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നൊരു 1935 ആയ സമയത്ത് തന്നെ RSS ഒരു കലാപം സൃഷ്ടിക്കുന്നതായിട്ട് ഹെഡ്ഗവാറിൻ്റെ പുസ്തകത്തിലുണ്ട്.
ഹെഡ്ഗവാറിന്റെ ജീവചരിത്രം എഴുതിയത് ശേഷാദ്രിജി എന്ന് പറയുന്ന RSSന്റെ ഒരു മുതിർന്ന സംഘപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമാണ് ഈ ഹെഡ്ഗേവാറിന്റെ ഒരു ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിലാണ്, അത് മലയാളത്തിൽ കിട്ടും. അത് ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രം. അതിൻ്റെ അകത്തൊരു എനിക്ക് 35-38 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അതായത് ഒരു പള്ളിയിൽ കയറിയിട്ട് തന്നെ സ്വയം സേവകർ ആക്രമിക്കുന്നതായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ഗ്രാമത്തെ, ഹിന്ദു സമൂഹം ഉൾപ്പെടുന്ന ഒരു ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ആക്രമിക്കപ്പെടുന്നു. അതായത് ഒരു പള്ളിയെ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. അപ്പോൾ നടന്നപ്പോൾ ഹെഡ്ഗേവാറിൻ്റെ അടുത്ത് കുറച്ച് യുവാക്കൾ വരികയും ഞങ്ങളെ രക്ഷിക്കണം, ഒരു ശാഖയിൽ നിന്നാണ് ഹെഡ്ഗേവാർ ഇത് കേൾക്കുന്നത്, ഞങ്ങളെ രക്ഷിക്കണം, അങ്ങനെ ഞങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്, മുസ്ലിങ്ങളായ ആളുകൾ ആക്രമണം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദണ്ഡ ഇവർക്കെല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ പോരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ പ്രതിരോധിക്കുന്ന ഒരു ചിത്രം അതിൻ്റെ അകത്ത് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായാലും RSSനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ശത്രുക്കളാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ചില ക്രൈസ്തവ പുരോഹിതന്മാരും ക്രൈസ്തവ സംഘടനകളും ഒക്കെ ഈ ഒരു RSSുമായിട്ടൊരു ചെറിയൊരു മൃദു സമീപനം ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് ഞാൻ മനസ്സിലാക്കുന്ന കാലത്തോളം സമയത്ത് ഈ മുസ്ലിംസും ക്രിസ്ത്യാനിറ്റിയും തമ്മിലൊരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം മുൻപേ നടക്കുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ ശത്രുവാണ് RSS. അപ്പോൾ സ്വാഭാവികമായി RSSനോട് കൂട്ടുചേർന്നാൽ ഒരു പക്ഷേ ഇവരെ പ്രതിരോധിച്ച് നിർത്താൻ കഴിയും എന്നൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അല്ലെ എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും RSS ക്രൈസ്തവരുമായിട്ട് ചേർന്നുകൊണ്ട്, ക്രൈസ്തവ ചില ആളുകൾ, എല്ലാവരുമായിട്ടൊന്നുമായിട്ടല്ല, ബുദ്ധിയുള്ള ആളുകളൊന്നും അതിൻ്റെ അകത്തില്ല, പക്ഷെ ഇങ്ങനെയുള്ള ക്രൂഷ്യലായ മൈൻഡൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ ഇതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സമീപനം ഉണ്ടാവുന്നുണ്ട്. കേരളത്തിലും നല്ല രീതിയിലുണ്ട്. അതിപ്പം പല സമയങ്ങളിലും ഇപ്പം ഈ മാറാട് സംഭവത്തിലാണെങ്കിലും നമ്മുടെ RSSന്റെ ഏറ്റവും മുതിർന്ന കാര്യകർത്താവായ അശ്വിനി കുമാറിൻ്റെ മരണത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ NDFന്റെ നേതാക്കന്മാരടക്കം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ചിക്കൻ ബിരിയാണി കഴിച്ച് ആ കേസ് പോലും ഇപ്പം ഒന്നുമല്ലാത്ത രൂപത്തിലാണ്. അതായത് ഇപ്പം അത് തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയാണ്. NDFനെ കൊലപ്പെടുത്തിയ കേസാണെങ്കിലും തിരിച്ച് അശ്വിനി കുമാറിനെ തിരിച്ച് കൊലപ്പെടുത്തിയ കേസാണെങ്കിലും എല്ലാം കേസുകൾക്കൊന്നും ഒരു ശിക്ഷയും ഒരു തെളിവുകളും ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ല വക്കീലിനെ വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ല സാക്ഷികളെ വെക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതായത് കൃത്യമായ സാക്ഷികളെ വെക്കാൻ വേണ്ടി പറ്റാതെ തന്നെ ഇവരെല്ലാവരും കൂടി തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് കേരളത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലാണെങ്കിലും RSSന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. മണിപ്പൂരിലെ സംഭവം തികച്ചും വ്യത്യാസമാണ്. മണിപ്പൂരിലെ സംഭവം അവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർക്കെതിരെയും അവരുടെ പള്ളികൾക്കെതിരെയും കൃത്യമായ ഒരു അജണ്ടയോടുകൂടിയാണ് ഈ ആക്രമണം നടക്കുന്നത്. അത് ഇപ്പോൾ തുടങ്ങിയൊന്നല്ല. അത് 1925 ശേഷം ഗുരുജി ഗോൾവൽക്കർ RSSന്റെ സർസംഘചാലകനായ ശേഷം ഹെഡ്ഗേവാർ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് ഗുരുജി ഗോൾവൽക്കറിനെ അത് ഏൽപ്പിക്കുകയാണ്. ആ സമയം മുതൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളെ പിന്തുടരുകയും അവിടുത്തെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് വളരെ പ്രാചീനമായൊരു സമൂഹമാണ്. നമ്മളൊക്കെ ഈ നാട്ടിലൊക്കെ പറയുന്ന ആദിവാസി സമൂഹം പോലെ തന്നെ അവരും അങ്ങനെ ഒരു ഇതായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ അവിടെ നിന്ന് ആ ഒരു വിടുതൽ അല്ലെ അവരെ എങ്ങനെയെങ്കിലും അവരെ മോചിപ്പിക്കുക എന്നാണ് RSS പറയുക. ഒഴിവാക്കിയാൽ അവിടെ ഒരു സംഘ സാന്നിധ്യത്തെ സൃഷ്ടിക്കപ്പെടാനും ഒരു സംഘത്തിൻ്റെ ആശയത്തെ പിന്തുടരാനുമുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് RSS കരുതുന്നത്. പലതവണ അവർ ശ്രമിച്ചു, അവർക്കത് വിജയിച്ചില്ല. പക്ഷെ ഇപ്പോൾ ഈ മോദി വന്നപ്പോൾ ഇപ്പോൾ RSSന്റെ സംഘശാഖ ഒറീസയിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. സംഘത്തിൻ്റെ ഒരുപാട് പ്രചാരകന്മാരവിടെ ഒറീസയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഒറീസയല്ല, ഈ മണിപ്പൂർ ഉണ്ടായിട്ടുണ്ട്. പണ്ടങ്ങനെ ആയിരുന്നില്ല. മണിപ്പൂരിൽ സംഘത്തിൻ്റെ ആശയഗതി പിന്തുടരുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. മോദി വന്നപ്പോൾ വളരെ സജീവമായി അവിടെ സംഘശാഖകളും അതുപോലെ സ്വയം സേവകന്മാരെയും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ ഈ മോദീൻ്റെ ഭരണകാലത്ത് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവിടെ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അതാണ് മണിപ്പൂരിൽ നടക്കുന്നത്.
വേറൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോക്സഭ ഇലക്ഷൻ്റെ ഒരു സമയമാകുമ്പം ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഈ RSSും BJPയും തമ്മിൽ ക്ലാഷുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർ തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നു, ആ നേതൃത്വങ്ങൾ തമ്മിൽ. കേരളത്തിലാണെങ്കിലും കേരളത്തിൻ്റെ ചുമതലയുള്ള ആളെ തിരികെ വിളിക്കുന്നു, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചിരുന്നു. അതായത് BJPയും RSSും തമ്മിൽ അകൽച്ച ഉണ്ടാകുന്നു, തർക്കം ഉണ്ടാകുന്നു. ശരിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്? അങ്ങനെ സംഭവിക്കും? ഇല്ല. ഈ തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് ഈ RSSന്റെ 100ാം വാർഷികമാണ് ഈ അടുത്ത വർഷം 2025 100ാം വാർഷികമാണ്. അതുകൊണ്ട് RSSന്റെ ചില അജണ്ടകളുണ്ട്. അതിൻ്റെ ശാഖയെ വർദ്ധിപ്പിക്കുക, സംഘ കാര്യകർത്താക്കളെ വർദ്ധിപ്പിക്കുക, സംഘടനാ ശേഷി വർദ്ധിപ്പിക്കുക, സംഘത്തിൻ്റെ ആധിപത്യം എല്ലാ തലങ്ങളിലും സൃഷ്ടിക്കപ്പെടുക, എല്ലാ വൈവിധ്യങ്ങളായ വിവിധ തലങ്ങളിലേക്ക് സംഘത്തിൻ്റെ ആധിപത്യം സൃഷ്ടിച്ചെടുക്കുക. ഇതിനെല്ലാം വേണ്ടി അവർ കൊടുത്ത, അതായത് ഈ പറയുന്ന പരിവാർ പ്രസ്ഥാനങ്ങൾക്കായി കൊടുത്ത RSSന്റെ പ്രചാരകന്മാരെ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സംഘടനാ സെക്രട്ടറിയെ തിരിച്ചു വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് ദേഷ്യം കൊണ്ട് തിരിച്ചു വിളിച്ചതല്ല. ഈ 2025 പ്രവർത്തനത്തെ കൂടുതൽ ക്രോഡീകരിക്കാൻ വേണ്ടി നല്ല സന്നദ്ധരായ, നല്ല ശക്തരായ കാര്യകർത്താക്കന്മാരെ ആവശ്യമുള്ളത് കൊണ്ട് ഇത്തരം പരിവാർ പ്രസ്ഥാനങ്ങളിലേക്ക് കൊടുത്ത RSS കൊടുത്ത എല്ലാ പ്രചാരകന്മാരെയും, മുതിർന്ന പ്രചാരകന്മാരെയും തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതൊരു ദേഷ്യത്തിൻ്റെ ഭാഗമോ ഒരു സൺഡേയുടെ ഭാഗമോ ഒന്നുമല്ല. അങ്ങനെ RSSന്റെ പ്രവർത്തനവും BJPന്റെ പ്രവർത്തനവും അതൊക്കെ രണ്ടും രണ്ട് തലമാണ്. കാരണം RSSന് ഒരിക്കലും BJPയുടെ പ്രവർത്തനത്തിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള, കാരണം അതിനൊരു ആളെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അതിനൊരു സമന്വയ വൈഠക്കുകൾ ഉണ്ടാവും. സമന്വയ വൈഠക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ BJPന്റെ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ ഇവിടുത്തെ ബാലഗോകുലത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഇവിടുത്തെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ്, സേവാഭാരതിയുടെ ജില്ലാ കാര്യകർത്താവ്, ഇങ്ങനെ കാര്യകർത്താക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ബൈഠക്കാണ് സമന്വയ ബൈഠക്ക്. അതെല്ലാ മാസവും കൂടുന്ന ഒരു ബൈഠക്കാണ്. അതിലിങ്ങനെ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിശകലനം ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും നീരസങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നൊരു സംവിധാനമാണ്. അതുകൊണ്ട് ഒരിക്കലും RSSന് അങ്ങനെ BJPയോട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ അങ്ങനെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഇവരുടെ ചില തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വേറെയാണ് എന്ന് കാണിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാവാൻ ചിലപ്പോൾ അങ്ങനെ, അല്ലാണ്ട് അങ്ങനെ ഒരിക്കലും ഒരു സംഭവിക്കില്ല എന്നുള്ളതാണ്. നമ്മളീ പറഞ്ഞ 100ാം വർഷത്തിൽ ശരിക്കും അവരുടെ പദ്ധതി അങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 100ാം വർഷത്തിൽ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള. സത്യത്തിൽ കുറേ കാലം അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാം എന്നുള്ളതിലേക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ടോ? എന്താണ് അങ്ങനെ? ഹിന്ദു രാഷ്ട്രം, ഹിന്ദു എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിന് തെറ്റിദ്ധാരണ പരത്തുന്നതാണ്. ഈ RSS പറയുന്ന ഹിന്ദുവും സാമൂഹികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഹിന്ദുവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ജയ് ഹിന്ദ് എന്ന് നമ്മൾ പറയും അല്ലേ, ജയ് ഹിന്ദ്, ഹിന്ദു രാഷ്ട്രം അല്ലെ, ഹിന്ദു ജയിക്കട്ടെ എന്നാണ് അതിൻ്റെ നമ്മൾ അർത്ഥം അല്ല, അങ്ങനെ പറയാം. നമുക്കറിയാം, ഇപ്പോൾ വന്ദേ മാതരം നമ്മൾ ആലപിക്കുന്നു, നമ്മൾ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നു അല്ലേ. ഒരു സ്വയം സേവകൻ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതും നമ്മളൊരാൾ ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ രണ്ട് വിളികൾക്കും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ RSS പറയുന്ന ഹിന്ദു എന്ന ആശയത്തിനും യാഥാർത്ഥ്യത്തിലുള്ള ഹിന്ദു എന്ന ആശയത്തിനും രണ്ടർത്ഥമാണ്. യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയും, ഒരു സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്. അതായത് ഈ ജലത്തുള്ളികൾ ചേർന്ന് ഭൂമിയിൽ അത് വലിയൊരു സാഗരമായി, ഒരുപാട് ജലത്തുള്ളികൾ ചേർന്ന് അതൊരു ചാലായി, പുഴയായി, സാഗരമായി, അതെല്ലാം ഒരു സാഗരത്തിലേക്ക് ഭവിക്കുന്നു. അപ്പോൾ എല്ലാം ഒന്നിലേക്കാണ്. അദ്വൈതം എന്ന ആശയമാണ് ഹിന്ദുവിൻ്റെ ആശയം എന്ന് പറയുന്നത്. എല്ലാം ഒന്നിലേക്കാണ് പ്രവഹിക്കുന്നത്. നിങ്ങൾ മുസ്ലിം ആണെങ്കിലും ക്രിസ്തു ആണെങ്കിലും അതെല്ലാം ഒന്നിലേക്കാണ് സമാപിക്കപ്പെടുന്നത് എന്നാണ് ഹിന്ദു പറയുന്നത്. അതാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തിനേയും പൂജിക്കാം. നിങ്ങൾക്കൊരു കല്ലിനെ പൂജിക്കാം, നിങ്ങൾക്കൊരു പുല്ലിനെ പൂജിക്കാം, നിങ്ങൾക്ക് പുസ്തകത്തെ പൂജിക്കാം, പെണ്ണിനെ പൂജിക്കാം. പക്ഷെ അതിനെല്ലാം ഏറ്റവും ആന്തരികമായി നിങ്ങൾ ചെന്നെത്തുന്നത് ഒന്നിലേക്കാണ്. ഞാനിപ്പോൾ പൂജിക്കുന്നത് പെണ്ണാണ്, നിങ്ങൾ പൂജിക്കുന്നത് പുസ്തകമാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും ചെന്നെത്തുന്നത് ഒരു വഴിയിലാണ്, ഒറ്റ വഴിയിലാണ് എന്ന് പറയുന്നൊരാശയമാണ് ഹിന്ദു എന്ന് പറയുന്ന ആശയം. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രശിഷ്യതി. അതായത് അതൊരു ദേവനിർമ്മിതമായ, അതൊരു നന്മയുടെ പ്രതീകമായ, മതവും ജാതിയും ഒന്നുമില്ലാതെ, വേർതിരിവുകളില്ലാതെ
ഒരു സമൂഹം, ഒരു മനുഷ്യകുലം ജീവിക്കുന്ന ഇടം, അതാണ് ഹിന്ദു എന്ന് പറയുന്നത്. പക്ഷെ RSS പറയുന്ന ഹിന്ദു എന്താണ്? RSS സ്പെസിഫൈ ചെയ്തിട്ടാണ് ഹിന്ദുവിനെ പറയുന്നത്. അതായത് മുസ്ലിം ഇല്ലാതെ, ക്രിസ്ത്യാനി ഇല്ലാതെ, കമ്മ്യൂണിസ്റ്റുകളില്ലാതെ ഒരു ഹിന്ദുവാണ് RSS ഉദ്ദേശിക്കുന്ന ഹിന്ദു. അപ്പം അങ്ങനെയൊരു ആശയത്തെ ഇപ്പം ദേശീയ പതാക തന്നെ മാറ്റി കാവ്യാക്കണം എന്ന് പറയുന്നുണ്ട് അവർ. അങ്ങനെ ഒരു ആശയം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊരു ആശയത്തെ സാക്ഷാത്കരിച്ചെടുക്കുക എന്നാണ് 2025 RSS ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ മരിക്കണം. അങ്ങനെ ഒരു ആശയത്തെ അങ്ങനെ അവർക്ക് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇവിടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകൾ അവശേഷിക്കാതെ അവർ ഇല്ലാതാക്കിയാൽ മാത്രമേ അങ്ങനെ ഒരു ആശയത്തെ അവർക്ക് ഇവിടെ നിലനിർത്താൻ കഴിയൂ. കോൺഗ്രസിന് എന്തായാലും അതിനെ പ്രതിരോധിക്കാൻ പറ്റുമല്ലോ, ഉറപ്പാണ്. കാരണം അവരുടെ ആശയത്തോട് അനുഗമിക്കുക മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പോൾ അയോധ്യയുടെ സംഭവം എടുത്തപ്പോൾ പുള്ളിയെ വിളിച്ച് പുള്ളിയെ പരിപാടിയിൽ പങ്കെടുത്തു. അയോധ്യ എന്നൊരു ആശയം എങ്ങനെ വന്നു എന്നുള്ളത് കോൺഗ്രസ് പഠിക്കേണ്ടതാണ്. അതൊരു ഒരു പള്ളിയുടെ അല്ലേ, ഒരു ജീവനാഡിയിൽ നിന്നുണ്ടായ ഒരു ഗോപുരമാണത്. അപ്പോൾ ആ പള്ളി എവിടെ പോയെന്നും ആ പള്ളിക്ക് എന്ത് സംഭവിച്ചെന്നും കോൺഗ്രസ്സുകാർക്ക് അറിയാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ പോയത് കൊണ്ടും അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു അമ്പലത്തിൻ്റെ ശിലാന്യാസത്തിന് പങ്കെടുത്താൽ എന്താ കുഴപ്പം? അതിൽ ഏറ്റവും മുഖ്യ അതിഥി RSSൻ്റെ സർസംഘചാലകനായിരുന്നു. അത് മനസ്സിലാക്കാതെയാണ് പോയത്. അപ്പം അങ്ങനെ ഇന്ത്യ ഒരു RSSൻ്റെ ഭാവനയിലെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള 2025 എന്ന് പറയുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നടക്കുന്നത്. അതിനും ഒരുപാട് വിദൂരത്തല്ലേ ശരിക്കും ആ സ്വപ്നം RSSൻ്റെ? അതാണ്, അങ്ങനെയാണല്ലോ അവരുടെ ഉദ്ദേശത്തിലുള്ള പരം വൈഭവം നേതു മേധസ്വരാഷ്ട്രം സമർത്ഥഭവത്വാശി ഷാദേ പ്രസം. അതിൻ്റെ ആ ഒരു ഭാവനയെ, ഹിന്ദു രാഷ്ട്രം എന്ന ഭാവനയെ സാർത്ഥകമാക്കാൻ വേണ്ടി ഇനി ഞാൻ മരിച്ചാലും എൻ്റെ ആശയങ്ങൾ ആരെങ്കിലുമൊക്കെ ചേർന്നെടുത്ത് വീണ്ടും വീണ്ടും അതിങ്ങനെ നൈരന്തര്യമായി കൊണ്ടുവന്ന് അത് എവിടെയെങ്കിലുമൊക്കെ സാർത്ഥകമാകും എന്ന വിശ്വാസത്തിലാണ്. എന്തായാലും 2025 അത് സ്വാർത്ഥകമാവില്ല. നമ്മളിപ്പോൾ അയോധ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒരു അയോധ്യ കഴിഞ്ഞു, ബാക്കി കുറേ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ നോട്ടമിട്ടിരിക്കുന്നു. അതൊക്കെ ഉണ്ടാക്കുന്നൊരു ഭീതി ഉണ്ടല്ലോ. ഇത് അയോധ്യ തന്നെ ഒരു തരത്തിൽ ബാബരി മസ്ജിദ് എന്നുള്ളത് ഒരു മുറിവായിട്ട് ഇപ്പോഴും നിൽക്കുമ്പോഴും മറ്റ് ആരാധനാലയങ്ങൾ ഈ ഒരു ലിസ്റ്റിലേക്ക് വരുന്നു, പുതിയത് ചേർക്കപ്പെടുന്നു എന്നുള്ളൊരു ഭീതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് ശരിക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ആരാധനാലയം കാണുമ്പോൾ എന്നാൽ ശരി ഇനി ഇതിൻ്റെ പേരിലാവാം എന്ന് വരുന്നതാണ്? അവർ ഒരു പ്രദേശത്തെ ഇപ്പം ഗയ അല്ലെങ്കിൽ അങ്ങനെ ഒരു പൗരാണികമായ ഒരു പ്രദേശത്തെ അവിടുത്തെ, കാരണം നമ്മളൊരു പ്രദേശത്തേക്ക് എടുക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ആ കോഴിക്കോടിൻ്റെ പ്രൗഢിക്കനുസരിച്ച് ഇവിടെയുള്ള മുസ്ലിം വിശ്വാസികൾ ഒരു മുസ്ലിം പള്ളി പണിയും. അതിൽ ചിലപ്പോൾ കേരളത്തിൻ്റെ വാസ്തുകലയുണ്ടാവും, നമ്മുടെ വാസ്തുകലയൊക്കെ അതിൽ ചേർന്നിട്ടുണ്ടാവും. അത് കുറേ വർഷങ്ങൾ കഴിയുമ്പം പറയാണ് കേരളത്തിൻ്റെ വാസ്തുകല ചേർന്ന ഒരു പള്ളിയാണത്, ക്ഷേത്ര വാസ്തുകലയാണ് അതിലുള്ളത്, അതൊരു ക്ഷേത്രമാണ് എന്നൊരാൾ പറഞ്ഞാൽ അത് കാണുന്ന ഒരു 500 ആളോട് പറഞ്ഞാൽ അതിൽ 400 ആൾ വിശ്വസിച്ചില്ലെങ്കിലും അതിൽ 100 ആൾ ചിലപ്പോൾ പറയും അത് സത്യമാണല്ലോ. അങ്ങനെയുള്ള പള്ളികളാണ് ഇവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ വാസ്തുശില്പപരമായി അവർ ഇപ്പം അമ്പലം അല്ലേ, അമ്പലങ്ങൾ കാണുമ്പോൾ നമ്മളുടെ പള്ളിക്ക് എന്താ അങ്ങനെ ഒരു രസകരമായ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്ക് കുറച്ചുകൂടി ഒരു ആകർഷകത്വം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അവിടുത്തെ വാസ്തുകലയെ ആ ഒരു പള്ളിയിൽ പ്രതിഷ്ഠിക്കും. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അല്ലെ RSSൻ്റെ ഒരാൾ പറയുകയാണ് ഇത് അവിടെ ശിവൻ ഇരിപ്പുണ്ട്, കാരണം അത് ശിവക്ഷേത്രത്തിൻ്റെ വാസ്തുകലയാണ് അതിൻ്റെ മുകളിലുള്ളത്, അതിൻ്റെ ഉള്ളിൽ മണ്ണ് കുഴിച്ചാൽ അതിൽ ശിവലിംഗം കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ അതിനെ പിന്തുടരും. അപ്പോൾ പിന്തുടരുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ഇഷ്ടമുള്ള ഒരു കോടതിയിൽ അവർ ഇത് സമർപ്പിക്കും, കോടതിയാക്കി ഇതെടുക്കും, ചിലപ്പോൾ അത് മണ്ണ് മാന്താൻ പറയും, അത് പൊളിക്കാൻ പറയും, ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു സമത്വമുണ്ട്. ഇപ്പോൾ അയോധ്യയിലൊക്കെ ഞാനൊക്കെ ഒരുപാട് തവണ പോയതാണ്. അവിടുത്തെ മുസ്ലിം സഹോദരന്മാർക്കും അവിടുത്തെ ഹിന്ദു സഹോദരന്മാർക്കും അവിടെ ഒരു കുഴപ്പമില്ല. അവിടെ എല്ലാവരും ഒരുമയോടുകൂടി നിൽക്കുന്നു. അവർക്ക് ക്ഷേത്രമോ പള്ളിയോ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊന്നും അവിടെ ഒന്നുമില്ല. അവിടെ പള്ളിയുള്ള സമയത്ത് അവരങ്ങനെയാണ്, അവിടെ ഇപ്പോൾ അമ്പലമുള്ള സമയത്തും അവരങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമത്വമുണ്ട്. ആ സമത്വം ഇങ്ങനെ മുന്നോട്ട് പോയാൽ RSSൻ്റെ ആശയങ്ങളെ
സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം അവിടെ RSSൻ്റെ ആശയങ്ങൾക്ക് സ്വാധീനം ഉണ്ടാവില്ല. നമ്മൾ ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് ഒരു കൂട്ട് ചേർന്നുകൊണ്ട്, ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ നമ്മളിപ്പോൾ പല ആളുകളും ഈ മുസ്ലിം സഹോദരന്മാർ, വിശ്വാസികളായ ആളുകൾ, എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ പറയും, ഇപ്പോൾ താനൂർ മേഖലയൊക്കെ അവരൊക്കെ ഇങ്ങനെ പറയും, കോട്ടക്കൽ ഈ മേഖല, ഒരു മലപ്പുറം മൊത്തം എടുക്കാം നമുക്ക്, ഈ മേഖലയൊക്കെ നമുക്ക് ഇവിടെ കോഴിക്കോടാണെങ്കിലും അല്ലേ, ഇപ്പോൾ ഓണം അവിടുത്തെ മുസ്ലിം ആരും നേരെ തൊട്ടടുത്ത ഒരു ഹിന്ദു വീടുണ്ടെങ്കിൽ ചോറ് വെക്കൂല. ഇവരെല്ലാവരും കുടുംബസമേതം പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഇത് ആശയത്തിൻ്റെ, ഈ RSS എന്ന് പറയുന്ന ആശയത്തിനെതിരാണ് ഈ ഒരുമയുണ്ടായാൽ RSS ഇല്ല. അതിൽ ഞാൻ വേറിട്ട ഒരു ഹിന്ദുവാണെന്ന് തോന്നുമ്പോൾ മാത്രമാണ് അവിടെ എന്നിൽ RSS ഉണ്ടാകുന്നത്. ഞാനെന്ന ഹിന്ദു വേറിട്ടതാണ്, നിങ്ങൾ മുസ്ലിമാണ് എന്ന തോന്നൽ എനിക്ക് ഉണ്ടാകുമ്പോഴാണ് എന്നിലൊരു സ്വയംസേവകത്വം രൂപപ്പെടുന്നത്. ഈ സ്വയംസേവകത്വം ഈ സ്ഥലങ്ങളിൽ പെടാതിരിക്കുന്നതിന് കാരണം അവിടെ ഒരുമയാണ്, സമത്വമാണ്. ഈ സമത്വത്തെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണം. അപ്പോൾ ഇതിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടോടു കൂടി നമ്മൾ ഒരുമിച്ചൊരു എന്താ പറയുക, ഒരു ബസ് സ്റ്റോപ്പിലോ ഒരുമിച്ചിരുന്ന് കഥകളും ചിരിച്ചും സ്വകാര്യതകളും എല്ലാം പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ പങ്കിടുന്ന ഒരു സമയത്താണ് ഒരാൾ വന്നിട്ട് പറയുന്നത്, അത് ഇവിടെ ഉള്ള പല കാശി ക്ഷേത്രത്തിൻ്റെയൊക്കെ ക്ഷേത്ര കലയുമായിട്ട് ഇതിനെന്തോ ഒരു ബന്ധമുണ്ട്, ഈ പള്ളിക്ക് ബന്ധമുണ്ട്, കണ്ടോ ആ തൂണ് കണ്ടോ. അപ്പോൾ ഇത് ഈ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ ചിന്തിക്കും. ശരിയാണല്ലോ, ഒരാൾ ചിന്തിച്ചാൽ മതി, ആ കൂട്ടായ്മയെ അവിടെ അവസാനിച്ചില്ലേ? അത് ശരിയാണല്ലോ. അപ്പോൾ കോടതി കൊടുക്കും, കോടതി പറയും മാന്താൻ പറയും. അപ്പോൾ ആസ്ട്രോളജി ഇങ്ങനെ ഈ പുരാവസ്തു വകുപ്പിനെ അവരെല്ലാം വിളിച്ച് ഇത് മാന്തുമ്പോൾ തന്നെ അതിനിടയിൽ ആ രൂപപ്പെട്ട ഒരു സമത്വമുണ്ട്. അവരെല്ലാവരും വേറിട്ട് നിൽക്കും. ആ ശരി, ഇത് അപ്പോൾ ഞാൻ ഹിന്ദു, അവൻ മുസ്ലിം എന്ന നിലയിലേക്ക് അവർ രണ്ട് ഭാവങ്ങളിലേക്ക് നിൽക്കും. ഈ ഭാവമാണ് ആർക്ക് വേണ്ടത്? RSSന് വേണ്ടത്. ആ പള്ളി പൊളിക്കുകയോ അല്ലെങ്കിൽ ആ പള്ളിയിൽ ഒരു ശിവലിംഗം ഉണ്ടാക്കുകയോ ഒരു ശിവക്ഷേത്രം ഉണ്ടാക്കുകയോ എന്നൊക്കെ ഉള്ളത് അവസാനത്തെ ഘട്ടമാണത്. ആദ്യത്തെ ഘട്ടം എന്താണ്? ഞാൻ ഹിന്ദുവാണ്, നീ മുസ്ലിമാണ് എന്ന ഒരു ഭാവത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റൂ, അതിനവിടെ ചേക്കേറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പ്രധാനപ്പെട്ട RSS ഇപ്പോൾ പറയുന്ന എല്ലാ മുസ്ലിം പള്ളികളിലും ശിവനുണ്ടെന്നും കൃഷ്ണനുണ്ടെന്നും ഒക്കെ അതിപ്പോൾ നമ്മളിപ്പോൾ ശിവനെ കുറിച്ച് പഠിച്ചാലും കൃഷ്ണനെ കുറിച്ച് പഠിച്ചാലും അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പം നരസിംഹാവതാരം തന്നെ പറയുന്നില്ലേ, തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഉണ്ട്, പള്ളിയിലും എല്ലാം ഉണ്ട്. അതങ്ങനെയുള്ളൊരു സംവിധാനമാണ്. ഒരു ഹിന്ദു എന്ന സംവിധാനം അങ്ങനെയാണ്, എല്ലാറ്റിലും ഉണ്ട്, ഈ മൈക്കിലും ഈ ലൈറ്റിലും എല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഹിന്ദു. അപ്പം പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു ശിവലിംഗം ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യം ആ ഒരു ഒന്നായി നിൽക്കുന്ന ആളെ രണ്ട് ഭാവത്തിലേക്ക് ആക്കിയാൽ അവിടെ ഈ ഭീകരതക്ക് സ്ഥാനമുണ്ട്. ഈ ഭീകരതയുടെ വിത്ത് അവിടെ വിതക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരു ശാഖ തുടങ്ങാം. കാരണം അവിടെ ശിവക്ഷേത്രം വേണമല്ലോ, അല്ലെ അവിടെ ഒരു കൃഷ്ണക്ഷേത്രം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ശാഖ ഇവിടെ തുടങ്ങാം. അപ്പോൾ ഈ ശാഖ ഇവിടെ തുടങ്ങിയാൽ ഇവിടുത്തെ കൂട്ടായ്മ അവസാനിച്ചു. ഇവിടെ ആ ഒരുമിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ചേർത്തെടുത്ത ഒരു കാലമുണ്ടല്ലോ. ഞാൻ മുസ്ലിമാണെന്നോ, ഞാൻ ഹിന്ദുവാണെന്നോ, എൻ്റെ കുലം ഏതാണെന്നോ, എൻ്റെ ജാതി ഏതാണെന്നോ, ഞാൻ ഏത് ഗോത്രത്തിൽ നിന്ന് വന്നതാണെന്നോ ഒന്നുമില്ലാതെ ഒരുമിച്ച് പങ്കിട്ട ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു സമരസത്തിൻ്റെ ഒരു കാലമുണ്ടല്ലോ. ആ കാലം അവിടെ പൂർണ്ണമായിട്ട് പോവുകയാണ്. ആ നാട്ടിൽ പിന്നെ ഒരു ഭീതിയിലേക്ക് വരികയാണ്. ഇപ്പുറത്തെ ഒരു ബസ് സ്റ്റോപ്പ് അത് മുസ്ലിം, നീ എടുത്തോ, ഞാൻ അപ്പുറത്തെ ബസ് സ്റ്റോപ്പ് എടുക്കാം എന്ന് പറഞ്ഞ് ഈ കൂട്ടായ്മ ഇങ്ങനെ വേർതിരിച്ച് പോവുകയാണ്. അതാണ് ഇപ്പം നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ മുന്നൊന്നും നമ്മൾ കേരളത്തിൽ അത്തരമൊരു ആശങ്കയുടെ അല്ലെങ്കിൽ കേരളം അത്തരമൊരു ഭിന്നിപ്പിൻ്റെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മളാരും ആശങ്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ പുതിയ കാലത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനോടുകൂടി സുരേഷ് ഗോപിയുടെ വിജയം, അതിനൊക്കെ ശേഷം അത്രയൊരു ഭീതിയിലേക്ക് ഭിന്നിപ്പിൻ്റെ ഒരു ചെറിയ ഒരു രൂപമെങ്കിലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? RSSന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുത്താണ് ശരിക്കും കേരളം. കാരണം കേരളം ഒരുപാട് പ്രചാരകന്മാർക്ക് ഇപ്പോഴും ജന്മമേകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ R ഹരിയാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക്, P പരമേശ്വരനാണെങ്കിലും അങ്ങനെ ഒരുപാട് ആളുകൾക്ക്, മാധവ്ജി എന്നൊക്കെ പറയാം, അങ്ങനെ ഒരുപാട്
പ്രചാരകന്മാർക്ക് ജന്മമേകുന്ന ഒരു സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. കേരളം ശരിക്കും RSSന്റെ ഒരു തുരുത്താണ്. ഏറ്റവും കൂടുതൽ ബലിദാനികളെ സൃഷ്ടിച്ച ഒരു നാടാണ് കേരളം RSSനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഈ ഒരു കേരളം എന്ന് പറയുന്ന സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന, സമരസത്വത്തിലും അല്ലെങ്കിൽ മാനവികതയിലും മനുഷ്യത്വത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന, അദ്വൈതത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഈ സ്ഥലത്ത് RSS ഇല്ല എന്നുള്ളതല്ല. ഇവിടെ ശക്തമായ RSS ഉണ്ട്. RSS എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ ഈ 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇവിടെ RSS ഉണ്ട്. ശക്തമായി തന്നെ RSSന്റെ സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലങ്ങളിൽ, കാരണം ഈ ആശയത്തെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും പിന്തുടരുന്ന ആളുകളാണ് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത. ഇവിടെ നമുക്ക് ആവശ്യം ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ, അത് മാധ്യമങ്ങളിലാണെങ്കിൽ, കാരണം ഇതൊരു ഭീകരതയാണത്. ഇപ്പം നമ്മളിപ്പം ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ അൽഖ്വയ്ദയെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് അല്ലേ ഭീകരവാദത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വാചാലരാകുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സംഘടനകളെ കുറിച്ചൊക്കെ പറയാം, അൽഖ്വയ്ദ എന്നൊക്കെ പറയാം. അവരൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ആശയം ഇതാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. ഇവര് ഉള്ളിൽ ഈ ഒരു ഭീകരതയെ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഭയക്കണം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളിൽ ഒരു സംഘടന എന്ന് പറയുന്നത് RSS ആണ്. അപ്പോൾ ഈ RSSനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നത് തടയിടുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ഇത്തരം മാധ്യമങ്ങൾ, ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെ, ഇപ്പോൾ എന്നെ ഇതിൽ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞാനെന്ന ഒരു വ്യക്തിയെ അല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. എൻ്റെ ഉള്ളിലെ ആ ഒരു കറുത്ത, ആ ഒരു മുൻകാലങ്ങളിൽ കിടന്ന ആ ഒരു കറുത്ത ആശയത്തെ, ആ ഒരു ഭീകരതയെ, അത് എന്താണ് എന്ന് സമൂഹത്തിന് ബോധ്യമാവുകയും ഞാൻ പറയുന്ന വാക്കുകളിൽ നിന്ന് ഒരല്പം ആളുകളെങ്കിലും അത് കേട്ട് മനസ്സിലാക്കി അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു അഭിമുഖം വിജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ 2 വിഭാഗമായി, സമൂഹത്തെ 2 വിഭാഗമായി വേർതിരിക്കുന്ന ഒരു വലിയൊരു ഭീകരമുഖം RSSനുണ്ട്. അത് സത്യമാണത്. RSS ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അത് വളരെ കൂടുതലുണ്ട്. ഇത് നമ്മൾ ഈ കുടുംബങ്ങളിലൂടെയൊക്കെയുള്ള ഇതിൻ്റെ ഒരു വളർച്ചയുണ്ടല്ലോ. അതായത് മറ്റ് സംഘടനകളോ പാർട്ടികളോ ഒക്കെ പൊതുയോഗം വിളിച്ചോ അല്ലെങ്കിൽ ഒരു കുടുംബയോഗം വിളിച്ചോ ഒക്കെ നടക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ഉള്ളിലൂടെ അല്ലെങ്കിൽ കുടുംബങ്ങളിലൂടെയൊക്കെയുള്ള ഇതിൻ്റെ ഒരു വളർച്ച, അത് അതിനകത്ത് നിന്നിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കാം, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവരെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ സാധാരണ എല്ലാ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു സംവിധാനമല്ല RSSന്റെ സംവിധാനം. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ സംവിധാനം, RSS വളർന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഇപ്പം CPM അല്ലെ ഇടതുപക്ഷം ഇവിടെ രൂപീകരിക്കപ്പെട്ടത്, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു 60 വയസ്സിൽ മുകളിലുള്ള ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണെന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. പക്ഷേ RSS ഉണ്ടാക്കിയത് തികച്ചും വ്യത്യാസമാണ്. ഇവിടെ 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം. RSS തികച്ചും വ്യത്യാസമാണ്. RSS ഉണ്ടാക്കിയത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നിന്നാണ് RSS ഉണ്ടാകുന്നത്. മഹാരാഷ്ട്രയിൽ നാഗപ്പൂരിൽ ദന്തപാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഒരു MBBSകാരൻ, അന്നത്തെ ഒരു ഡോക്ടർ ബിരുദധാരിയായ ഒരാൾ, ഡോക്ടർ മുജ്ജെ എന്ന് പറയുന്ന ആളുടെ ശിഷ്യനും സഹയാത്രികനും സുഹൃത്തും ഒക്കെയായ ഹെഡ്ഗേവാർ, അദ്ദേഹം തുടങ്ങിയത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു കളിസ്ഥലത്തിൽ ഒത്തുചേർത്തിട്ട് അദ്ദേഹം ജർമ്മനിയിലൊക്കെ പോയി പഠിച്ച ആയോധന വിദ്യകൾ രൂപീകരിച്ച് അവിടെയുള്ള പട്ടാള മേധാവികളെ അവിടെ കൊണ്ടുവന്ന് അതിനെ പഠിപ്പിച്ചൊരു പട്ടാള ചിട്ടയിലാക്കി ആ കുട്ടികളെ വളർത്തിയെടുത്ത ഒരാശയം. അതിൽ നിന്നാണ് RSS ആരംഭിച്ചത്. ഈ കുട്ടികളെ വിടുന്നതാരാ? ഇപ്പം നിങ്ങളുടെ മകളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി, ഇപ്പം നിങ്ങളിപ്പോൾ രാവിലെ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നല്ലേ, പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയും ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയും വിടുന്നത് നിങ്ങളുടെ ഭാര്യയാണ് അല്ലേ? ഇപ്പോൾ എന്നെ ശാഖയിൽ പോയത് എൻ്റെ അച്ഛനല്ല, എൻ്റെ അമ്മയാണ്. അപ്പോൾ RSS വളരുന്നത് അടുക്കളയിൽ നിന്നാണെന്നാണ് പറയാം. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത്
അടുക്കളയാണ്, അല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും അടുക്കളയാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രം. ഈ അടുക്കളയിൽ നിന്ന് രൂപപ്പെടുത്തിയ ആശയമാണ്, അല്ലെങ്കിൽ രൂപപ്പെടുന്ന ആശയമാണ് RSS. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. ശ്രീകൃഷ്ണ ജയന്തി, ആ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ ഉണ്ടാവും എല്ലായിടത്തും, അല്ലേ? നമ്മുടെ പല അനുഭാവികളും എന്തു ചെയ്യും? കുട്ടീനെ കൃഷ്ണൻ കെട്ടിയിട്ട് ബാലഗോകുലത്തിൽ, പക്ഷേ ഇത് ബാലഗോകുലമാണെന്നോ ഇത് RSSൻ്റെ പ്രസ്ഥാനമാണെന്നോ അങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. കൃഷ്ണൻ്റെ പ്രസ്ഥാനമല്ല, അത് കംസൻ്റെ പ്രസ്ഥാനമാണെന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് അവിടെ കൊണ്ടുപോയി അങ്ങ് വിടും. കൃഷ്ണനല്ലേ, കുഴപ്പമൊന്നുമില്ല, കംസനല്ലല്ലോ ആക്കിയത്, കൃഷ്ണനല്ല. പക്ഷേ ഈ കൃഷ്ണൻ കംസനാണെന്ന് പിന്നെ തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടും. ഇത് നമ്മുടെ അനുഭാവികളിലാണെങ്കിലും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ആളുകൾ എന്ത് ചെയ്യും? ഈ കുട്ടിയെ കൃഷ്ണനാക്കി മയിൽപ്പീലിയൊക്കെ കെട്ടിയാൽ, ഇപ്പം എൻ്റെ ഈ കഴിഞ്ഞ കൃഷ്ണ ജയന്തിക്ക് എൻ്റെ കൊച്ചിനെയും ഇതേപോലെ മയിൽപ്പീലിയൊക്കെ കെട്ടി പിന്നെ ചെയ്തല്ലോ. അത് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ചെയ്തൊരു കാര്യമാണ്, അതെല്ലാവരും ചെയ്യും അത്. പക്ഷെ അത് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിലേക്ക് കൊണ്ടുവിടുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഏതാശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എവിടെ നിന്നാണ് വളർന്നു വന്നത്? ഇത് അടുക്കളയിൽ നിന്ന് രൂപപ്പെടുത്തിയ സംവിധാനമാണ്. ഈ അമ്മ ചിന്തിച്ചു, എൻ്റെ കൊച്ചിനെ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, അപ്പോൾ ഒരു കൃഷ്ണനാക്കിയിട്ട് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നതിന് എന്താ തെറ്റ്? ആ ഘോഷയാത്ര സമാപിക്കുന്ന സ്ഥലത്ത് നിന്നാണ് RSS ആരംഭിക്കുന്നത്. ആ ഘോഷയാത്ര ഒരു സ്ഥലത്ത് നിന്നെത്തി അതൊരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കുറേ അവിൽപ്പൊതികൾ കൊടുക്കും, അല്ലേ? അവിൽ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവിടെ ഒരു ചെറിയൊരു ഭജന നടത്തും. ആ ഭജന ഒരു RSSൻ്റെ പ്രചാരകൻ, ഒരു സൈദ്ധാന്തികൻ എന്ന് വിശേഷിപ്പിക്കുന്ന, നമ്മളിതുവരെ കാണാതെ ആരെങ്കിലുമൊക്കെ, അല്ലേ? RSSൻ്റെ സൈദ്ധാന്തികന്മാരെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അവിടെ മാത്രം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തും. അവിടെ ഈ പ്രസംഗത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം ആ കുട്ടികൾക്ക് കിട്ടും. അതിൽ നിന്നും അവൻ എന്താവും? ഒരു സ്വയം സേവകനിലേക്ക് പരിണമിക്കപ്പെടും. അപ്പോൾ RSS രൂപപ്പെടുന്നത് അടുക്കളയിൽ നിന്നാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയൊരു കാര്യം. കാരണം ഇതിൻ്റെ ഭദ്രതയും ഇതിൻ്റെ ശക്തിയും നിലനിൽക്കുന്നത്, ഇപ്പം ഞാൻ ITCയിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ, ITC എന്താണെന്ന് പോലും നമുക്കറിയില്ല. ഞാൻ ITCയിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഈ പോയിക്കോ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനേക്കാളും കൂടുതൽ അമ്മയാണ്. അമ്മ എന്നെ വന്ന് കാണുകയൊക്കെ ചെയ്യും. ഈ നമ്മൾ സാധാരണ എന്താ പറയുക, ഒരു ഇന്ത്യൻ സൈന്യത്തിലേക്കൊക്കെ ആക്കുന്ന പോലെയാണ് അമ്മ അതിനെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. കാരണം അതിനെ 7 ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ അമ്മമാരൊക്കെ കാണാൻ വരും. നമുക്ക് ഈ അമ്മമാർക്കായിട്ട് അവിടെ ഒരു സദ്യയുണ്ട് എല്ലാ ക്യാമ്പുകളിലും. അതൊക്കെ ആ ഒരു ടെക്നിക്ക്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോൾ OTCക്കാണെങ്കിലും അവിടെ മാതൃബന്ധനം, അമ്മമാരെ ബന്ധിക്കുക. അപ്പോൾ അമ്മമാർക്ക് മാത്രം ഒരു വിശേഷാൽ സദ്യ കൊടുക്കുക. സാധാരണ നമ്മളൊക്കെ ക്യാമ്പുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പാറും ഒരു തോരനും ആണ് ഉണ്ടാകുക. ഈ അമ്മമാർ വരുമ്പോൾ എല്ലാ കറികളും കൂട്ടി പായസമെല്ലാം കൂട്ടി ഒരു സദ്യ. അപ്പോൾ ഈ അമ്മമാർക്ക് നമ്മൾ വിളമ്പി കൊടുക്കണം. അപ്പോൾ RSSനറിയാം ഈ ആശയം രൂപപ്പെടുന്നത് ഇവരിൽ നിന്നാണ്, ഇവരിൽ നിന്നുണ്ടായത്. അപ്പോൾ ഇവരെ പൂജിച്ചാലേ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കാവും. അല്ലാണ്ട് ഒരു ഭർത്താവിന് ഒരു അച്ഛനെ ഒരു കാര്യമില്ല. കാരണം തീരുമാനം എടുക്കുന്നത് എപ്പോഴും ആരാണ്? വീട്ടിൽ, അല്ലേ? എന്നെക്കാളും എൻ്റെ കുട്ടിയെക്കുറിച്ച് തീരുമാനം എടുക്കുന്നത് എൻ്റെ ഭാര്യയായിരിക്കും. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? അത് ഈ ലോകത്തെ എല്ലാ അമ്മമാർക്കും ആണ് ഉത്തരവാദിത്വം കൂടുതലുണ്ടാകുക. ആ അമ്മമാരിലാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത്. മാതൃപൂജ ഇപ്പം വിദ്യാനികേതന സ്കൂളുകൾ, കേരളത്തിൽ എത്ര വിദ്യാനികേതന സ്കൂളുകളുണ്ട്? ഇതൊക്കെ RSSൻ്റെതല്ലേ? വിദ്യാഭാരതി എന്ന് പറഞ്ഞ പ്രസ്ഥാനം. ഈ വിദ്യാനികേതന സ്കൂളിലും ഇതുപോലെ ഉണ്ടല്ലോ മാതൃപൂജ. അമ്മമാരെ പൂജിക്കുക. അവരൊരു വിശേഷാൽ ദിവസം എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു RSSൻ്റെ സൈദ്ധാന്തികം വന്നൊരു പ്രസംഗം നടത്തും. നിങ്ങളുടെ അമ്മയെക്കുറിച്ച് അവർ വാചാലരാകും. ആ അമ്മയെ പൂജിക്കും. അപ്പോൾ ആ കാല് തൊട്ട് പുഷ്പമൊക്കെ ഇട്ട് പോകുന്ന അമ്മ പിന്തിരിഞ്ഞ് നോക്കുകയാണ്. കാരണം ഒരിക്കലും അവർ മുന്നോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകില്ല. അവർ പിന്തിരിഞ്ഞ് നോക്കുകയാണ്. കാരണം ഇത് നല്ലതാണ് എന്ന് പറയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കുട്ടി ശാഖയിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് ബാലഗോകുലത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് സംവിധാനവും ഇവിടെ വളർന്നു വരുന്നത്, രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇവിടുത്തെ അമ്മമാരിൽ നിന്നാണ്.
അതാണ് RSSനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും അതാണ്. ഞാൻ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അത് നമ്മളൊക്കെ അതൊരു ആഘോഷമായിട്ട് ഉത്സവമായി കണ്ടെടുത്ത് നിന്ന് അതൊരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവത്തിലേക്ക് അത് മാറുന്നു. അതിലെ മുദ്രാവാക്യം വിളികൾ, ആഘോഷയാത്രയിലെ മുദ്രാവാക്യം വിളികൾ, അതിലുണ്ടാകുന്ന ആളുകളുടെ ചേഷ്ടകളൊക്കെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതേപോലെ തന്നെ പുതിയ തരം ആഘോഷം എനിക്ക് തോന്നുന്നു കുറെ ഇടക്കാലത്തും നമ്മളുടെ ഒന്നൊരു കുട്ടിക്കാലത്തൊന്നും ഈ ഗണേശ ചതുർത്ഥി ഒന്നും ഞാനാരും കണ്ടിട്ടില്ല. നമ്മളുടെ നാട്ടുമ്പുറങ്ങളിലൊന്നും ഇത് നടക്കുന്നത്. ഉത്തരേന്ത്യയിൽ വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളുടെ നാടുകളിലേക്കൊക്കെ ഇത്തരം കുറേ ആഘോഷങ്ങൾ, ഘോഷയാത്രകളൊക്കെ വരുന്നു. അങ്ങനെ ഒരു അതിനെങ്ങനെയാണ് കാണുന്നത് ആ പുതിയ ആഘോഷങ്ങളുടെ പേരിൽ? അതായത് നമ്മൾ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു ആഘോഷത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ നിങ്ങളെ ഭാര്യയോ കുട്ടീനെ ഒന്നും വിളിച്ചിക്കാതില്ല വന്നത്. ഇപ്പം എൻ്റെ ഭാര്യയും കുട്ടിയൊക്കെ അവിടെ ഹോട്ടലിൽ ഉണ്ട് അല്ലേ? ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നത് നിങ്ങൾ ഒറ്റക്കാണ് വന്നത്. ഇവരെല്ലാവരും ഇപ്പം ക്യാമറാമാൻ ആണെങ്കിൽ ഇവരെല്ലാവരും നിൽക്കുന്നത് ഒറ്റക്കാണ്. വീട്ടിൽ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ. ആഘോഷം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളൊരു ആഘോഷത്തിന് പോവുകയാണ്. ഞാൻ ഇപ്പോൾ രാവിലെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് സുധീഷ് മിന്നി എന്ന് പറയുന്ന ഒരാൾ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റക്ക് ഇറങ്ങി അല്ലേ? ഭാര്യ പറഞ്ഞു ശരി സന്തോഷം. ആരാ സുധീഷ് മിന്നി ഒന്നും ഭാര്യയ്ക്കും അറിയില്ലായിരിക്കും ചിലപ്പോൾ. പക്ഷേ നിങ്ങളൊരു ആഘോഷത്തിന് വേണ്ടി ഒറ്റക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കൾ സമ്മതിക്കുമോ? ഭാര്യ സമ്മതിക്കുമോ? ആന്ത് പോക്കാട നമ്മളും വരുന്നില്ലെന്ന് പറയും അല്ലേ? അപ്പോൾ ആ വീട്ടിലെ ആളുകളെല്ലാം കൂടിച്ചേരുന്ന ഒരിടമാണ് ആഘോഷങ്ങൾ അല്ലേ? അപ്പോൾ ആ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കൂടുതൽ കുടുംബാംഗങ്ങൾ ഈ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടും. ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് അത് ബാലഗോകുലത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. അത് ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. പക്ഷെ ബാലഗോകുലം അത് പ്രത്യേക അഷ്ടമി രോഹിണിക്ക് അത് പ്രത്യേകമായിട്ട് കേരളത്തിൽ അത് പ്രത്യേക സമയത്താണത് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ആചരിക്കുന്നത്. അത് ഉത്തരേന്ത്യയിൽ വേറൊരു സ്ഥലത്താണ് ആചരിക്കുന്നത്. കൃഷ്ണ ഒറ്റ ഒന്നല്ലേ ഉള്ളൂ, ജനിച്ച് രണ്ടോ സ്ഥലത്താവില്ലല്ലോ. അത് പോട്ടെ, അതിനെക്കുറിച്ച് പോട്ടെ, കുഴപ്പമില്ല. എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ഗണേശോത്സവങ്ങൾ ഞാനൊക്കെ ഉള്ള സമയത്ത് ഗണേശോത്സവങ്ങളൊന്നും കേരളത്തിൽ ആകെ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രം ഇച്ചിരി നടക്കും. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാ താലൂക്കുകളും മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് ഗണേശോത്സവങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം ഗണേശൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയാൽ ആദ്യം തൊഴുന്ന ഒരാളാണ് ഗണേശൻ. ഇപ്പം കൃഷ്ണക്ഷേത്രത്തിൽ പോയാലും ചിലപ്പോൾ ഗണേശനുണ്ടെ നമ്മൾ ആദ്യം അദ്ദേഹത്തെ ആണല്ലോ ആദ്യം പോയി കണ്ട് സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടാണല്ലോ പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ക്ഷേത്ര സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം ഗണേശനാണ്. ഉത്തരേന്ത്യയിൽ എല്ലാറ്റിനേക്കാളും മുകളിലാണ് ഈ ഗണേശൻ എന്ന് പറയുന്ന ആളുടെ സ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെ വിഘ്നങ്ങൾ മാറ്റാൻ. അപ്പോൾ നമ്മൾ വിഘ്നങ്ങളായിട്ടാണല്ലോ ക്ഷേത്രങ്ങളിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗണേശോത്സവങ്ങൾ നടക്കുമ്പോൾ കുടുംബസമേതം പോവുകയാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഗണേശ മന്ത്രങ്ങളും അല്ല. അവിടെ ശ്രീകൃഷ്ണജയന്തിക്കൊക്കെ ആകുമ്പം അത്യാവശ്യം ഭജനയും കൃഷ്ണനാമോ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭജനകളും നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് പോകും അമ്മമാരൊക്കെ. ഗണേശോത്സവം എന്ന് പറയുമ്പം ഭീകരമാണ്. DJയും കോലാഹലങ്ങളും ആർപ്പുവിളികളും കുന്തവും വാളും ഒക്കെ എടുത്ത് ഇങ്ങനെ ആളുകൾ ആർമാദിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ക്രൗരമായ ഭാവത്തിലാണ് കേരളത്തിൽ അത് ആചരിക്കപ്പെടുന്നത്. അത് RSSന്റെ ഒരു സിസ്റ്റം തന്നെയാണത്. കാരണം ഈ യുവാക്കളിൽ ഒരു സാന്നിധ്യമെങ്കിലും RSSലേക്ക് ഉണ്ടായാൽ നല്ലതാണ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് RSS എല്ലാ സ്ഥലങ്ങളിലും ഗണേശോത്സവം ഇപ്പോൾ അവർ ആചരിക്കുന്നത്. അതുപോലെ തന്നെ വേറെയുണ്ട്. ഇപ്പം ക്ഷേത്രങ്ങളിൽ ഹരിനാമ കീർത്തന സമിതി, ഭാഗവത സമിതികൾ, ഭഗവത്ഗീതാ സമിതികൾ, ഇങ്ങനെയുള്ള ഇത് അമ്മമാരെ കിട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ അമ്മമാർക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ വെച്ച് ഒരു 11 മണിയാകുമ്പോൾ 11:30 മണിയാകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഇതുപോലെ ഹരിനാമ സമിതി, അതുപോലെ ഭാഗവത സമിതി, ഇങ്ങനെയുള്ള പല സമിതികളും ഇപ്പം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം വേരുകൾ നോക്കിപ്പോയാൽ അവിടുത്തെ കാര്യാലയമായിരിക്കും. ഈ കാര്യാലയം നമ്മളാരും കാണുന്നില്ല. ഇപ്പോൾ കോഴിക്കോട് മഹാനഗരം, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കാര്യാലയത്തിന് ഞാൻ താമസിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും ആ കാര്യാലയം കണ്ടിട്ടുണ്ടോ? ഇവരിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ നിന്നാണ് ഈ സാധനങ്ങൾ വരുന്നത്.
ഈ ഹരിനാമ കീർത്തന സമിതിയാണെങ്കിലും ഭാഗവത സമിതിയാണെങ്കിലും അവർക്കുള്ള മൊഡ്യൂളുകളെല്ലാം കൊടുക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇതിനൊരു വലിയൊരു ഉദ്ദേശമുണ്ട്. കാരണം ആ സമിതിയിൽ വരുന്ന അമ്മമാരാണ്, ആ അമ്മമാർക്ക് മക്കളുണ്ടാവും, എന്നെ പോലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ പറയും, മോനെ നീ ഹരിനാമ കീർത്തനം ഒന്ന് ചൊല്ലി നടന്നാൽ പോരാ, നീ ഒന്ന് ശാഖയിലൊന്ന് പോയി വാ, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഭീകരവാദത്തെ എങ്ങനെ കുടുംബത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കാം. ഭീകരവാദം സാധാരണ കുടുംബത്തിൽ നിന്നല്ലല്ലോ സൃഷ്ടിക്കുന്നത്. അത് അവൻ പുറത്തു പോകുന്ന സാഹചര്യങ്ങളിൽ അവൻ അനുഭവിക്കുന്ന ഒരുപാട് തലങ്ങളിൽ നിന്നാണ് അവനിൽ ഭീകരവാദം ഉണ്ടാകുന്നത്. അല്ലെ, ഈ അടുത്തൊരു ഭീകരവാദിയെ പിടിച്ചപ്പോൾ അമ്മ തന്നെ പറഞ്ഞില്ലേ, അവൻ എൻ്റെ മകനല്ല, അവൻ പിന്നെ അള്ളാഹുവിൽ നിന്ന് വേർപെട്ടവനാണ് എന്നൊരു ഉമ്മ പറഞ്ഞല്ലോ. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് കുടുംബത്തിൽ നിന്ന് വളരുകയാണത്. അതാണ് നമ്മൾ RSSനെ പേടിക്കണം എന്ന് പറഞ്ഞത്. മറ്റൊരു ഭീകരവാദത്തെയും പേടിക്കുന്നത് പോലെ RSSനെ പേടിക്കേണ്ടത് ഇത് കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഈ വേറൊരു കാര്യം, നമ്മൾ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒക്കെ കാര്യം തന്നെ പറയും. ഇപ്പം മുമ്പ് ഇടക്കാലത്ത് ഇത്തരം RSSന്റെ അല്ലെങ്കിൽ ബാലഗോകുലത്തിൻ്റെ ഒക്കെ ശ്രീകൃഷ്ണ ജയന്തികളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സമാന്തരമായിട്ട് അത് നടത്തണമെന്നുള്ളൊരു ആശയം കണ്ണൂരിലൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ രീതിയിൽ ഇതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇതിന് വേറൊരു രീതിയിൽ പ്രതിരോധിക്കേണ്ടതുണ്ടല്ലോ, മക്കൾ അങ്ങോട്ട് പോവാണ്ട്. അല്ല, അതിനൊരു ഒരു ശ്രമം അവിടെ നടത്തിയിരുന്നു. ഇപ്പം രാമായണ മാസം, അത് പുരോഗമന പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ രാമായണ മാസം രാമൻ എങ്ങനെയാണ്, RSSന്റെ രാമനല്ല യഥാർത്ഥ രാമൻ, അമ്പും കുന്തവും കുറച്ചക്രൊന്നും എടുത്ത് നിൽക്കുന്ന ഒരു രാമനല്ല യഥാർത്ഥ രാമൻ, രാമനിലൊരു മനുഷ്യത്വം ഉണ്ടെന്നും രാമനിലൊരു മാനവികതയുണ്ടെന്നും പഠിപ്പിക്കാൻ വേണ്ടി പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഞാൻ അടക്കമുള്ള ആളുകൾ ഈ രാമായണ മാസം പല ക്യാമ്പയിനുകളിലും പങ്കെടുത്ത് പല ക്യാമ്പയിനുകളിലും ഞാനടക്കം പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഈ പറയുന്ന ശ്രീകൃഷ്ണ ജയന്തിയുടെ സമയത്ത് കാണും, ഇതൊരു വലിയൊരു അപകടമല്ലേ? വീട്ടിൽ നിന്ന് ഒരു ഭീകരവാദി രൂപപ്പെടുക, ഒരു വീടൊരു ഭീകരവാദത്തിന്റെ കേന്ദ്രമാവുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭയക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രസ്ഥാനം CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ആ ഒരു സമയത്ത് എല്ലാവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനവികതയുടെ ഒരു സാംസ്കാരിക ഘോഷയാത്രയാണ് നമ്മൾ നടത്തിയത്. അതിനുള്ളൊരു തുടർച്ച അല്ല, അതിന്റെ തുടർച്ച എന്താണ്, അതെന്തുകൊണ്ട് അത് ഇല്ലാതെ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അത് പാർട്ടി, നമ്മളല്ലല്ലോ, അത് പാർട്ടി തന്നെ അത് പഠിച്ചത് കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊരു വലിയൊരു RSSൽ അത് പ്രശ്നം എന്ന് വെച്ചാൽ RSSന്റെ ഘോഷയാത്രകൾക്ക് ആളുകൾ വരാതെയായി, RSSന്റെ ഘോഷയാത്ര ചുരുങ്ങി, ആരും ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്രക്ക് പോകാതെയായി. കാരണം ഇവിടെയാകുമ്പോൾ എല്ലാ വേഷവും കെട്ടാം. ഇവിടെ മദർ തെരേസന്റെ വേഷം കെട്ടാം, അവിടെ കെട്ടാൻ പറ്റുമോ? കൊല്ലും. ഇവിടെ മദർ തെരേസന്റെ വേഷം കെട്ടാം, അവിടെ പിന്നെ കോലിക്കളി കളിക്കാം, ഇവിടെ കളിക്കാൻ പറ്റൂല. അപ്പോൾ കുട്ടികൾ മനസ്സിലാക്കി എനിക്ക് എല്ലാവരോടും കൂടെ ചേർന്ന് കൊണ്ട് പോകാൻ പറ്റുന്ന ഘോഷയാത്ര ഇതാണ്, അതല്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഘോഷയാത്രകൾ RSSന്റെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ആളെ കിട്ടാതെയായി. പക്ഷെ അത് എന്തുകൊണ്ട് പിന്തുടർന്ന് തുടർച്ചയാകുന്നില്ല എന്നുള്ളത് പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ രീതിയിൽ അതിനെ പിന്നെ ഈ രീതിയിലൊക്കെ തന്നെയല്ലേ ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. വീണ്ടും ഞാൻ പാലക്കാട്ടേക്ക് പോവാണ്. ഇപ്പോൾ പാലക്കാട് ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. ആ ആഘോഷം അല്ലെങ്കിൽ റിസൾട്ട് വന്ന് തുടങ്ങി ജയിക്കുമെന്നുറപ്പായ ഉടനെ ആദ്യം വന്ന പിന്നെ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും SDPIയുടേതായിരുന്നു. ഒരേ സമയത്ത് തന്നെ UDFന്റെ ആഘോഷത്തിൽ SDPIയും ആഘോഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള അത്തരം ആശയങ്ങളുള്ള ആളുകളും സന്തോഷിക്കുന്നു. എങ്ങനെയാണ് ആ ഒരു സംവിധാനത്തെ കാണുന്നത്? ഇത്തരം എല്ലാ വർഗീയ ആളുകൾക്കും ഒരുമിച്ച് കൂടെ, അതിന് ഇന്ന വർഗീയത, ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത എന്നില്ലാണ്ട് അത്തരം വർഗീയ സ്വഭാവങ്ങളുള്ള ആളുകൾക്കൊക്കെ ഒരുമിച്ച് കൂടാൻ പറ്റുന്നൊരു കേന്ദ്രമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാറുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? അല്ല, കോൺഗ്രസ് ആ പഴയകാല കോൺഗ്രസ് എന്ന് പറയുന്നത് അത് അന്ന് അപ്പോഴേ പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞല്ലോ, ഗാന്ധി തന്നെ പറഞ്ഞാണല്ലോ. അന്നത്തെ കോൺഗ്രസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടി ഒരുപാട് രക്തസാക്ഷിത്വം വഹിച്ച് നേടിത്തന്ന ഒരു രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ കോൺഗ്രസ് അല്ല ഈ കോൺഗ്രസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കോൺഗ്രസ്സിന് ഒഴുക്കിന് എങ്ങനെയാണ് ഒഴുക്ക് അതുപോലെ പോകാനാണ് ഇഷ്ടം, അതിനെ എതിർത്ത് പോകാനല്ല അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ STP ആണെങ്കിലും NDF ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും RSS ആണെങ്കിലും എല്ലാം വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അവരുടെ വോട്ട് മതി, അവരെന്തോ ആയിക്കോട്ടെ.
അവരവരെ ആശയത്തെ അവർ പിന്തുടരട്ടെ, നമ്മൾ വേണ്ട കാവൽ നിൽക്കാം. ശാഖയെ കമ്മ്യൂണിസ്റ്റുകാർ ശാഖ നശിപ്പിക്കാൻ വേണ്ടി വരുന്നോ, വേണേൽ നമ്മൾ കാവൽ നിൽക്കാം എന്ന് പറയുന്ന നേതാക്കന്മാരാണ് അതിൻ്റെ അകത്തുള്ളത്. RSSൻ്റെ പരിപാടിയിൽ പോയി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതൃത്വമാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തിരിച്ചും ഷാഫിയെക്കുറിച്ചും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഷാഫി ആരാണെന്നൊക്കെ ചില കാര്യങ്ങളിലൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുമ്പോൾ NDF പോലുള്ള SDPI പോലുള്ള പ്രസ്ഥാനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് ജയിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ ആശയത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ തന്നെയാണ് അവിടെ ജയിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RSSൻ്റെ ഇപ്പുറത്ത് നിന്ന് സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ പ്രകീർത്തിക്കുമ്പോഴും ഇപ്പുറം പ്രകീർത്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ രണ്ടുപേരുടെയും ആശയത്തെ അനുഗമിക്കപ്പെടാനും അതിനെ സാർത്ഥകമാക്കാനുമുള്ള ആളുകളാണ് ജയിച്ചിരിക്കുന്നതെന്നാണ്. അത് വലിയ അപകടമാണത്. അത് കോൺഗ്രസ് മനസ്സിലാക്കാതെ പോകുന്നത് ഈ രാജ്യത്തിൻ്റെ അസ്തിത്വം തകർക്കുന്ന സംവിധാനങ്ങളെയാണ് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് കോൺഗ്രസ് പഠിക്കണം. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നൽകിയ ഒരു പൂർവ്വകാല ചരിത്രം ആ പ്രസ്ഥാനത്തിനുണ്ട് എങ്കിൽ, അവരങ്ങനെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അതൊരു വെറും വിശ്വാസമാണ്, അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, ഈ രാജ്യത്തിൻ്റെ സമരസതയും മാനവികതയും മനുഷ്യത്വവും എല്ലാം വേർതിരിച്ചുകൊണ്ട്, മനുഷ്യരെ വേർതിരിച്ച് ഒരു വർഗീയതയായി കണ്ട് ഒരു ഭീകരതയെ സൃഷ്ടിക്കുന്ന പ്രസ്ഥാനങ്ങളെ ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ ഒരു എണ്ണമായി കോൺഗ്രസ് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് മാറ്റണം ആ ചിന്ത. ഞങ്ങളിതിനൊന്നും എടുക്കൂല, നിങ്ങൾക്ക് ഞങ്ങളിലേക്ക് വരാം, നിങ്ങളുടെ ആ പൊയ്മുഖം അവിടെ അഴിച്ചു വെച്ച് മനുഷ്യനായിട്ട് കടന്നു വരാം. പക്ഷെ ആ മുഖം അഴിച്ചു വെച്ചിട്ട് വരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. CPM അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ വന്നോളൂ, നിങ്ങൾ കാര്യാലയത്തിന് സ്ഥലം കൊടുത്തോ, നിങ്ങൾ ശാഖയിൽ പോയിക്കോ, അല്ലെ നിങ്ങൾ SDPIയിൽ ചേർന്ന്, ഒരു കുഴപ്പമില്ല, വോട്ട് തന്നാൽ മതി. സത്യത്തിൽ താങ്കളൊക്കെ CPM ഉൾപ്പെടെയുള്ള സംഘടനകളിലേക്ക് വരുമ്പോൾ അത്തരം നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല. അതായത് ഈ ആശയങ്ങൾ മുഴുവൻ തോട്ടിലെറിഞ്ഞിട്ട് വേണം എന്നുള്ളതൊക്കെ ആ ചർച്ചകളും ഇപ്പം നടക്കാതിരിക്കുന്ന ചർച്ചകളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പിന്നെ വേറൊരു കാര്യം, താങ്കൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശാഖക്ക് കാവൽ നിന്നിരുന്നു അല്ലെങ്കിൽ നിന്നു എന്ന് പറയുമ്പോഴും താങ്കളുടെയൊക്കെ പ്രവർത്തന കാലത്ത് ഈ കോൺഗ്രസും RSSും തമ്മിലുള്ള അത്തരം ബന്ധങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? എൻ്റെ വാർഡ് അതിന് ഉദാഹരണമാണല്ലോ. എൻ്റെ വാർഡിൽ നമ്മൾ അവിടെ CPMൻ്റെ പ്രതിനിധിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസ്സിന് വോട്ട് കൊടുത്തുകൊണ്ട് പോകുന്ന വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. അതെൻ്റെ ഒരു ഏറ്റവും വലിയ സാക്ഷിയല്ലേ അത്. കോൺഗ്രസ്സായിട്ട് ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങൾക്ക് വിരോധം CPM ആയിട്ട്. അതെന്താണെന്നുള്ളത് പിന്നെ ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോഴല്ലേ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് വരുമ്പം പിന്നെ RSS ഇല്ലല്ലോ, നമ്മൾ മനുഷ്യനല്ലേ. ഞാനിപ്പം RSS എന്ന് വന്നപ്പോൾ ഞാൻ ഇവിടെ മലപ്പുറത്ത് പല മുസ്ലിം വിശ്വാസം ഉൾച്ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിലാണ് ഞാൻ താമസിച്ചത്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം അത്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. എൻ്റെ കല്യാണത്തിന് മോതിരം തന്നത് അല്ല, ഒരു മുസ്ലിം വിശ്വാസധാരിയായ ഒരു സഖാവാണ്. RSSലാവുമ്പോൾ അത് ഉണ്ടാവില്ല. അപ്പം അത് ഇതുവരെയുള്ള ആ കപടതയും ആ വർഗീയതയും ഈ പറയുന്ന കാട്ടാളത്വവും എല്ലാം അഴിച്ചു വെച്ച് ഒരു മനുഷ്യനായിട്ടാണ് CPMലേക്ക് വരിക. അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകില്ല. അത് കാരണം എങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് അമ്പലത്തിൽ മാത്രം പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാവില്ല. അപ്പുറത്ത് പള്ളിയിൽ പോകേണ്ടി വരും, അപ്പുറത്ത് കുർബാന, അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടി വരും. ഇതൊരു RSSകാരന് സാധിക്കില്ല. ഇവിടെ വരുമ്പോൾ അത് മനുഷ്യനായിട്ടില്ല, മനുഷ്യനാക്കും അത്. അതാണ് കോൺഗ്രസ്. അങ്ങനെയല്ല, നിങ്ങൾ ഏതോ വഴിക്ക് പോയിക്കോ, ഒരു കുഴപ്പമില്ല, വോട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ വന്നാൽ മതി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അത് RSS വിട്ട് മനുഷ്യനാവുക എന്നുള്ള ഒരു താങ്കൾ പറഞ്ഞൊരു പ്രയോഗമുണ്ട്. ആ ഒരു പ്രോസസ്സ് താങ്കളുടെ വ്യക്തിപരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ ചേഞ്ച് എങ്ങനെയാണ്? അല്ല, ഇപ്പോൾ നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു. ഇത് എല്ലാവരുടെയും രക്തം ഒന്നാണെന്നും എല്ലാവരും മനുഷ്യരാണെന്നും ഒരു വിശ്വാസത്തോടെ നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സിപ്പോൾ ഉണ്ടാകുന്നു. പണ്ട് ആ മനസ്സുണ്ടായിട്ടില്ല. പണ്ട് നമ്മളെപ്പോഴും ഒരു ബസ് കയറുമ്പോഴോ ഒരു ഹോട്ടലിൽ കയറുമ്പോഴാണെങ്കിലും പേര് നോക്കും. കാരണം ഈ പേരെന്താണെന്ന് നോക്കും ആദ്യം. ഈ പേര് നോക്കിയിട്ട് ഹോട്ടലിൽ പോയ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം വിശന്നാൽ എവിടെ ആണെങ്കിലും നിർത്തലല്ലേ, അവിടെ നിർത്തിയിട്ട് നേരെ കയറലല്ലേ.
അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ വിഭാഗീയ ചിന്തകൾ മാറി ഒരു ചിന്തയായി വന്നപ്പോൾ അതിലുള്ളൊരു മാറ്റം വ്യത്യാസമാണ്. അതിനേക്കാൾ വലിയ മാറ്റം ഈ ലോകത്ത് എന്താ വേണ്ടത്? ഞാനും ഇപ്പം എന്നെ അഭിമുഖത്തിന് വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളും മറ്റൊരു മതക്കാരനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ബൈക്കിൽ നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ വരുന്നത് ഞങ്ങൾ രണ്ടുപേരും മനുഷ്യരാണെന്ന ബോധത്തോടു കൂടി വരുന്നതും തമ്മിൽ രണ്ട് വ്യത്യാസമില്ലേ? ആ വ്യത്യാസത്തെക്കാൾ ഒരു മനുഷ്യൻ എന്താണ് വേണ്ടത് കൂടുതൽ? ആ വ്യത്യാസം വരണേ ഏതിലേക്ക് വരണം? അത് CPM പോലുള്ള പ്രസ്ഥാനത്തിലേക്ക് തന്നെ വരണം. മറ്റേൽ പോയാൽ കിട്ടൂല. നിങ്ങൾ പോയിക്കോ, ഞാൻ ഓട്ടോറിക്ഷയിൽ വരാമെന്ന് പറയും, പേര് ചോദിക്കും, ജാതി ചോദിക്കും. അപ്പോൾ നിങ്ങൾ പോയിക്കോ, കുഴപ്പമില്ല, ഞാൻ ഓട്ടോയിൽ വന്നോളാം. നിങ്ങൾ ചോദിച്ചല്ലോ എന്നോട്, വേറെ വണ്ടി വിളിച്ച് വരണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എന്താ, നിങ്ങളെ പേര് ഞാൻ ചോദിച്ചില്ല, നിങ്ങളെ ജാതി ചോദിച്ചില്ല, നിങ്ങളെ കൂടെ ഞാൻ കയറി ഇങ്ങോട്ട് വന്നെങ്കിൽ അതെനിക്ക് CPM നൽകിയ ആശയമാണ്. ഇത്രയും നേരം സംസാരിച്ചതിന് നന്ദി. നമസ്കാരം.